ഇന്നത്തെ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് മുഹമ്മദ് സത്യദൈവത്തിന്റെ പ്രവാചകനോ എന്നുള്ള ഒരു വിഷയമാണ്. ഇതിങ്ങനെ വരാനുള്ള കാരണം തന്നെ നാളുകളായിട്ട് മറ്റു പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അല്ലെന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങളുടേതായിട്ട് തന്നെ ഉള്ള ഒരു വാദമാണ്, ഞങ്ങളുടെ പ്രവാചകനെ പറ്റി നിങ്ങളുടെ ബൈബിളിൽ പറഞ്ഞിട്ടില്ലേ? കാരണം സത്യദൈവത്തിന്റെ പ്രവാചകനായിട്ട് നമ്മുടെ ബൈബിളിൽ പലരും വന്നിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യം പലരും മുമ്പോട്ട് വെക്കുമ്പോൾ നമ്മൾ പല രീതിയിൽ അതിന് മറുപടികൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ജീവനുള്ള ദൈവത്തിന്റെ ആ മഹത്വകരമായിട്ടുള്ള പ്രവർത്തനങ്ങളെ അറിയുവാൻ മുഹമ്മദ് ഒരു സത്യദൈവത്തിന്റെ പ്രവാചകനാണോ, സത്യദൈവത്തിൽ നിന്ന് വന്നതാണോ, സത്യദൈവം മുഹമ്മദിനെ പറഞ്ഞയച്ചിട്ടുണ്ടോ എന്നുള്ള വിഷയങ്ങളെല്ലാം നമുക്ക് ഇന്നത്തെ ക്ലബ് ഹൗസ് മീറ്റിംഗിലൂടെ നമുക്ക് ഖുറാൻ, ഹദീസ്, ബൈബിളിന്റെ അടിസ്ഥാനങ്ങളിലൂടെ തന്നെ നമുക്ക് എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാകും. എല്ലാവരും കേൾക്കുക, പഠിക്കുക. വന്ന എല്ലാവരെയും, വരുവാനായിട്ട് ഇനി ആഗ്രഹിച്ചു നിൽക്കുന്ന എല്ലാവരെയും ദൈവം ഇതെല്ലാം കൂട്ടി വരുത്തട്ടെ. അവരുടെ കാര്യങ്ങളെ, ഇതിൽ നിന്നുള്ള കാര്യങ്ങളെ കേൾക്കുകയും മനസ്സിലാക്കുകയും ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ, സത്യദൈവത്തിലേക്ക് ചെയ്യുവാൻ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇതിന്റെ ആദ്യത്തെ നമ്മളൊരു 12 മണി വരെയാണ് ഇത് ആഗ്രഹിച്ചിരിക്കുന്നത്, ഈ ക്ലബ് ഹൗസിന്റെ ടൈം. എന്നാൽ അതിന് മുമ്പോട്ട് സംശയങ്ങൾ തീർന്നില്ല എന്നുണ്ടെങ്കിൽ മുമ്പോട്ട് കൊണ്ടുപോകാനും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം, വരുന്നവരെല്ലാവരും മുഹമ്മദ് സത്യദൈവത്തിന്റെ പ്രവാചകനോ എന്നുള്ള ഈ ഹെഡിങ്ങിന്റെ ടോപ്പിക്കിൽ വെച്ചായിരിക്കണം നിങ്ങൾ വിഷയങ്ങൾ ചോദിക്കേണ്ടത്. അതിനുള്ള മറുപടിയെ തരത്തുള്ളൂ. ഈ വിഷയത്തിന് പുറത്തു നിന്ന് എന്തെങ്കിലും ഒരു വിഷയങ്ങൾ ചോദിച്ചാൽ അതിനൊരു കാരണവശാലും മറുപടി തരുന്നതല്ലായിരിക്കും. അതിന് നിങ്ങൾ വേറൊരു പ്ലാറ്റ്ഫോം നോക്കുക. പക്ഷെ ഇവിടെ ഈ വിഷയത്തിന്മേൽ ഇന്നത്തെ ഈ റൂമിൽ ചർച്ച ചെയ്യുന്നത് മുഹമ്മദ് സത്യദൈവത്തിന്റെ പ്രവാചകനോ എന്നുള്ള വിഷയം മാത്രമായിരിക്കും. ഓക്കെ, ആദ്യത്തെ വിഷയാവതരണത്തിനായിട്ട് അനിൽ ബ്രദറിനെ ക്ഷണിക്കുന്നു. മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹ വന്ദനങ്ങളായി തന്നെ പറയട്ടെ. ക്രൈസ്തവരായ ഞങ്ങള് സാധാരണയായി ഞങ്ങളുടെ വിശ്വാസം പ്രചരിപ്പിക്കാൻ ശ്രമിക്കൂ എന്നല്ലാതെ മറ്റ് മതവിശ്വാസികളുടെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് പുസ്തകങ്ങൾ ഇറക്കുകയോ അല്ലെങ്കിൽ പ്രസംഗങ്ങൾ നടത്തുകയോ ഒന്നും ചെയ്യുന്നവരല്ല. ഞങ്ങൾ സുവിശേഷം അറിയിക്കുമ്പോൾ മനുഷ്യ പാപിയാണെന്നും പാപത്തിന്റെ ഫലമായി അവൻ നരകത്തിലേക്ക് പോകേണ്ടി വരുമെന്നും, എന്നാൽ സ്നേഹസമ്പന്നനായ ദൈവം മനുഷ്യനെ സ്നേഹിച്ച് അവനു വേണ്ടി യേശുക്രിസ്തുവിലൂടെ ഒരു രക്ഷാമാർഗം കാൽവരി ക്രൂശിൽ ഒരുക്കിയിട്ടുണ്ടെന്നും, അത് വിശ്വസിച്ച് യേശുക്രിസ്തുവിനെ കർത്താവായി അംഗീകരിക്കുന്ന ഏവർക്കും പാപമോചനം അഥവാ ആത്മരക്ഷ സൗജന്യമായി ലഭിക്കൂ എന്നുള്ള സന്ദേശമാണ് ഞങ്ങൾക്ക് അറിയിക്കാനുള്ളത്. ഈ സന്ദേശം അറിയിക്കാൻ ഞങ്ങൾക്ക് മറ്റുള്ളവരുടെ ദൈവങ്ങളെ കുറ്റം പറയേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ മറ്റുള്ളവർ ദൈവങ്ങളെന്ന് വിശ്വസിക്കുന്നവ ദൈവമല്ല എന്നും പറയേണ്ട കാര്യമില്ല. മറ്റുള്ളവരുടെ പ്രവാചകന്മാരെയോ അല്ലെങ്കിൽ അവതാര പുരുഷന്മാരെയോ ഒന്നും കുറ്റം പറയേണ്ട ആവശ്യമില്ല. വെളിച്ചം വരുമ്പോൾ ഇരുൾ നീങ്ങി പോകുന്നത് പോലെ സാക്ഷാൽ സത്യദൈവവും നിത്യജീവനുമായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം ഒരു വ്യക്തിയിൽ ഉണ്ടാകുമ്പോൾ മറ്റുള്ള വ്യാജ ദൈവങ്ങളെല്ലാം അവന്റെ മനസ്സിൽ നിന്ന് കുടിയിറങ്ങി പൊയ്ക്കൊള്ളൂ എന്നുള്ളൊരു ബോധ്യം ഞങ്ങൾക്ക് നല്ലവണ്ണം ഉണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് സുവിശേഷം പറയുമ്പോൾ മറ്റാരുടെയും ദൈവങ്ങളെ കുറ്റം പറയേണ്ട ആവശ്യമില്ലാത്തത്. കാരണം ഞങ്ങൾക്ക് ലോകത്തിനോട് പറയാൻ നിസ്തുല്യമായിട്ടൊരു സന്ദേശമുണ്ട്. അത് പാപമോചനത്തിന്റെയും ആത്മരക്ഷയുടെയും സന്ദേശമാണ്. അങ്ങനെ ഒരു സന്ദേശം വേറൊരു കൂട്ടർക്ക് ഇല്ലതാനും. എന്നാൽ മുസ്ലിങ്ങളുടെ സ്ഥിതി അതല്ല. ലോകത്തിന് കൊടുക്കാൻ അവരുടെ കയ്യിൽ ഒരു സന്ദേശമില്ല. ലോകത്തിന്റെ മുമ്പിൽ സ്വന്തം പ്രവാചകനെ പരിചയപ്പെടുത്തി കൊടുക്കാനും അവർക്ക് താല്പര്യമില്ല. അത് മാത്രമല്ല, അവരുടെ പ്രമാണ ഗ്രന്ഥങ്ങളിൽ അവരുടെ പ്രവാചകനെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ പോലും ആരെങ്കിലും പരസ്യമായി വിളിച്ചു പറഞ്ഞാൽ അവനെ ഭീഷണിപ്പെടുത്തുകയും അവനെ ഭയപ്പെടുത്തി അവനെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന രീതിയാണ് ഇവര് എപ്പോഴും കൈക്കൊണ്ടുവരുന്നത്. 1400 വർഷം മുമ്പ് അവരുടെ പ്രവാചകൻ ചെയ്ത കാര്യങ്ങൾ പലതും ആധുനിക യുഗത്തിൽ പരിഷ്കൃത മനുഷ്യരുടെ മുമ്പാകെ പറയാൻ കൊള്ളാവുന്നതല്ല എന്ന ബോധം അവർക്ക് തന്നെ ഉണ്ടെന്നുള്ളത് നല്ലൊരു കാര്യമാണ്. കാരണം തിരിച്ചറിവ് ഇത്തിരി വൈകിട്ടാണെങ്കിലും തിരിച്ചറിവ് ഉണ്ടാകുന്നത് എപ്പോഴും നല്ല കാര്യമാണല്ലോ. അതുപോലെ തന്നെ സ്വന്തം മതത്തിലെ ദൈവമെന്ന് ആരോപിക്കപ്പെടുന്ന അള്ളാഹുവിനെ കുറിച്ച് മറ്റൊരാളോട് പറയാനോ അവർക്ക് ധൈര്യമില്ല. കാരണം ഇസ്ലാമിക പ്രമാണങ്ങൾ വെച്ച് പരിശോധിച്ചാൽ പോലും അള്ളാഹുവിന്റെ അസ്തിത്വം തെളിയിക്കാൻ മുസ്ലിങ്ങൾക്ക് കഴിയില്ല. മുഹമ്മദിന്റെ മനസ്സിലെ വെറും ഒരു സാങ്കല്പിക സൃഷ്ടി മാത്രമാണ് അള്ളാഹു എന്ന് അവർക്ക് സമ്മതിക്കേണ്ടി വരും എന്നുള്ള കാര്യം അവർക്ക് അറിയാം. അതുകൊണ്ട് അവർ സ്വന്തം വിശ്വാസങ്ങളെ കുറിച്ച് ഒരക്ഷരം പോലും സംസാരിക്കാതെ മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യാൻ നടക്കും. മറ്റുള്ളവരുടെ വിശ്വാസം തെറ്റാണെന്ന് വാദിച്ചാൽ മാത്രമേ സ്വന്തം വിശ്വാസത്തെ കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റൂ എന്ന കാര്യം അവർക്ക് നല്ലവണ്ണം അറിയാം. അതായത് തങ്ങളുടെ കയ്യിലുള്ള മുതൽ നല്ലതാണ്, അത് സത്യമാണ്, അത് വിശ്വസിക്കാൻ കൊള്ളാവുന്നതാണെന്ന് പറയാനുള്ള ധൈര്യം ഇസ്ലാം മതപ്രചാരകർക്കില്ല. അതിന് പകരം മറ്റുള്ളവരുടെ കയ്യിലുള്ളത് ചീത്തയാണ്, അത് നുണയാണ്, അത് വിശ്വസിക്കാൻ കൊള്ളാത്തതാണ് എന്നേ അവർ പറയുകയുള്ളൂ. അതിപ്പോ ഇന്ത്യ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മലേഷ്യയിലേക്ക് ഓടിപ്പോയ സക്കീർ നായിക്കിനെ പോലെയോ
അല്ലെങ്കിൽ കേരള പോലീസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഗൾഫിലേക്ക് മുങ്ങി നടന്ന MM അക്ബറിനെ പോലെയോ അങ്ങനെ ഇസ്ലാമിനകത്ത് ജനിച്ചു വളർന്ന ഏത് ദാവാക്കാരനായാലും അതല്ല ഇനി മറ്റു പല താല്പര്യങ്ങൾക്ക് വേണ്ടി ഇസ്ലാമിലേക്ക് മതം മാറിയെത്തിയ മുഹമ്മദ് ഈസയെ പോലെയുള്ള അങ്ങനെയുള്ളവരായാലും ശരി, ഇവരെല്ലാം ഇതേ നിലപാട് പിന്തുടരുന്നവരാണ്. ഇവർക്കൊന്നും സ്വന്തം വിശ്വാസം പറയാനുള്ള ധൈര്യമില്ല. മറ്റുള്ളവരുടെ വിശ്വാസം കള്ളമാണെന്ന് പറയാനേ അവർക്ക് പറ്റുകയുള്ളൂ. അപ്പൊ അതില് ഈ ദാവാക്കാര് ഞങ്ങളുടെ വിശ്വാസത്തെ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുന്നത് പതിവാക്കിയതിനാലാണ് ഞങ്ങൾ അവരുടെ വിശ്വാസത്തെ ഒന്ന് അവലോകനം ചെയ്യാം എന്ന് തീരുമാനിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുന്നത്. ഇസ്ലാം മതപ്രചാരകർ ഈ അടുത്ത കാലത്തായി തുടരെ ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ് പൗലോസ് അപ്പോസ്തലൻ വ്യാജനാണ് എന്നുള്ളത്. യേശുക്രിസ്തു പഠിപ്പിച്ച ഉപദേശങ്ങളെ അട്ടിമറിക്കാൻ വേണ്ടിയാണ് അതുവരെ ക്രിസ്ത്യാനികളെ ആക്രമിച്ച് നടന്ന പൗലോസ് പിന്നീട് ക്രിസ്ത്യാനി എന്ന ഭാവേന സഭയ്ക്കുള്ളിൽ നുഴഞ്ഞു കയറിയത് എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. യേശുക്രിസ്തുവും പിന്നെ യേശുക്രിസ്തുവിന്റെ കൂടെ ഉണ്ടായിരുന്ന അപ്പോസ്തലന്മാരും പഠിപ്പിക്കാത്ത കാര്യങ്ങൾ പൗലോസ് പഠിപ്പിച്ചു എന്നും കാലക്രമേണ യേശുക്രിസ്തുവിന്റെയും ശിഷ്യന്മാരുടെയും സുവിശേഷവും ഉപദേശങ്ങളും ഒക്കെ വിസ്മൃതിയിലായി പോവുകയും പൗലോസ് കണ്ടുപിടിച്ച വ്യാജ സുവിശേഷവും പൗലോസിന്റെ സാത്താന്യോപദേശങ്ങളും ഒക്കെ പ്രചാരം നേടുകയും ചെയ്തു. ഇങ്ങനെ പൗലോസിനാൽ അട്ടിമറിക്കപ്പെട്ട ആ ദൈവത്തിന്റെ ന്യായപ്രമാണം അടങ്ങുന്ന യേശുക്രിസ്തുവിന്റെ സുവിശേഷം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണ് മുഹമ്മദ് നബിയെ ദൈവം അയച്ചതെന്നൊക്കെയാണ് ഇവര് പറയുന്നത്. ഈ ടീമുകൾ അതൊക്കെയാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. മുഹമ്മദ് അള്ളാഹുവിന്റെ ഒരു പ്രവാചകനാണെന്ന് മാത്രമേ ഇവർ പറയുന്നുള്ളൂ എങ്കിൽ ഞങ്ങൾക്ക് ആർക്കും അതിലൊരു പ്രശ്നവും ഇല്ല. കാരണം അള്ളാഹു എന്നുള്ളത് ബഹുദൈവാരാധകരായ ഖുറൈശി മതത്തിലെ 360 ദേവന്മാരിൽ ഒരുത്തനാണ്. ആ അള്ളാഹുവുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. എന്നാൽ മുഹമ്മദ് സത്യദൈവത്തിന്റെ പ്രവാചകനാണെന്ന് മുസ്ലിങ്ങൾ പറയുമ്പോൾ ഞങ്ങൾക്ക് അത് അംഗീകരിച്ചു തരാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഞങ്ങൾ സത്യദൈവത്തെ ആരാധിക്കുന്ന ആളുകളാണ്. ഞങ്ങളുടെ ദൈവത്തിന്റെ പ്രവാചകനാണ് മുഹമ്മദ് എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടെ ദൈവത്തിന് മാത്രമല്ല, ആ ദൈവത്തെ ആരാധിച്ച് നടക്കുന്ന ഞങ്ങൾക്ക് നാണക്കേടാണ്. അങ്ങനെയുള്ള ഒരാളാണ് മുഹമ്മദ്. അപ്പൊ സത്യദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനമായ ബൈബിളിൽ പ്രവാചകത്വം എന്താണെന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആവർത്തനം അല്ലാതെ അന്യദൈവങ്ങളുടെ നാമത്തിൽ പ്രവചിക്കുന്ന ഏതൊരുവന്റെ വാക്കും വിശ്വസിക്കരുതെന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ നൽകിയിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് നമ്മൾ നോക്കി കഴിയുമ്പോൾ 4 കാര്യങ്ങൾ പ്രവാചകന്മാരുടെ യോഗ്യതയായിട്ട് അവിടെ നമ്മൾ കാണുന്നുണ്ട്. ഒന്ന്, പ്രവാചകന്മാർ പ്രവചിക്കേണ്ടത് യഹോവയുടെ നാമത്തിലായിരിക്കണം. യഹോവയുടെ വചനങ്ങൾ പ്രവാചകന്റെ നാവിന്മേൽ ഉണ്ടായിരിക്കും എന്ന് നമ്മൾ കാണുന്നു. രണ്ടാമത്, യഹോവ പ്രവാചകനോട് കൽപ്പിക്കുന്നതൊക്കെ അവൻ ജനത്തോട് പറയേണ്ടതാണ്, ഒന്നും മറച്ചു വെക്കാൻ പാടില്ല. മൂന്നാമത്, അന്യദൈവങ്ങളുടെ നാമത്തിൽ പ്രവചിക്കുന്നവൻ അവൻ കല്ലെറിഞ്ഞു കൊല്ലപ്പെടേണ്ടവനാണ്. നാലാമത്, പ്രവാചകൻ മുൻ വെളിപ്പാടുകൾക്കെതിരായി സംസാരിക്കാൻ പാടുള്ളതല്ല. മുൻ പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ അംഗീകരിക്കേണ്ടവനാണ്. അപ്പൊ പ്രവാചക ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ബൈബിൾ വെളിപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട 4 യോഗ്യതകൾ ഇതാണ്. ഈ യോഗ്യതകളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പ്രവാചകത്വ പദവിയിൽ അവകാശം ഉന്നയിക്കുന്ന ഏതൊരാളെയും പരിശോധിക്കുന്നത്. അപ്പൊ അങ്ങനെ പരിശോധിക്കുമ്പോൾ മുഹമ്മദ് വെറും കള്ളപ്രവാചകനാണെന്നുള്ള സത്യം ഏതൊരാൾക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മുഹമ്മദ് പ്രവചിച്ചത് സത്യദൈവമായ യഹോവയുടെ നാമത്തിലാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് ഉത്തരം. ഖുറാനിൽ എവിടെയെങ്കിലും യഹോവ എന്ന നാമം കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. ഇനി ഖുറാനിൽ പോട്ടെ, ഹദീസുകളിൽ എവിടെയെങ്കിലും സത്യദൈവമായ യഹോവയുടെ പേര് കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അപ്പോഴും നമുക്ക് കിട്ടുന്ന ഉത്തരം ഇല്ല എന്ന് തന്നെയാണ്. അപ്പൊ സത്യദൈവത്തിന്റെ പേര് പോലും അറിയാത്ത ഒരാൾ താൻ സത്യദൈവത്തിന്റെ പ്രവാചകനാണ് എന്ന് അവകാശപ്പെട്ടാൽ ആ അവകാശവാദത്തിന് എന്ത് വിലയാണ് സുബോധമുള്ളവർ കൊടുക്കുക? അത് മാത്രമല്ല, മുഹമ്മദ് ന്യായപ്രമാണത്തിലും പുതിയ നിയമത്തിലെ കൽപ്പനകൾക്കും എതിരായി ധാരാളം കാര്യങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ദൈവം അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ പിന്നീട് വരുന്ന ചർച്ചകളിൽ നമുക്ക് നോക്കാം. ഇന്നത്തെ അല്ല, പിന്നീട് വരുന്നതിൽ. അപ്പൊ ഖുറാന്റെ അകത്ത് നമ്മൾ നോക്കിയാൽ പ്രവാചക മാനദണ്ഡമായിട്ട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഖുറാന്റെ അകത്ത് ഒരു 6 കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഒന്ന്, സൂറ 4ന്റെ 163. അവിടെ പറയുന്നത് പ്രവാചകൻ മുൻ പ്രവാചകന്മാരെ പോലെയുള്ള ഒരു പ്രവാചകനായിരിക്കണം. ഏതൊരു പ്രവാചകനായാലും മുൻ പ്രവാചകന്മാരെ പോലെ തന്നെയുള്ള ആളായിരിക്കും. രണ്ടാമത്തെ കാര്യമായിട്ട് പറഞ്ഞത് സൂറ 6ന്റെ 89, 90 ആയത്തുകളാണ്. അവിടെ പറയുന്നത് മുൻ പ്രവാചകന്മാരുടെ നേർമാർഗത്തെ പിന്തുടരുന്ന ആളായിരിക്കണം പ്രവാചകൻ. മൂന്നാമത്തെ കാര്യം സൂറ 2ന്റെ 285 അതായത് അവിടെ പറയുന്നത് മുൻ പ്രവാചകന്മാർക്ക് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുന്നവനായിരിക്കണം പ്രവാചകൻ. അടുത്തത് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് സൂറ 10ന്റെ 94, 95 ആയത്തുകളാണ്. അവിടെ പറയുന്നത് ഈ നിലവിലുള്ള പ്രവാചകന് അവതരിപ്പിക്കപ്പെട്ട എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് സംശയങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ മുൻപേ ഈ വചനം അവതരിപ്പിച്ച് കിട്ടിയ അല്ലെങ്കിൽ മുൻ വേദക്കാരായ ആൾക്കാരോട് ചോദിച്ച് സംശയ നിവൃത്തി വരുത്തണം എന്ന് പറയുന്നു. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് സൂറ 16ന്റെ 43. അവിടെ പറയുന്നത് മുൻ പ്രവാചകരുടെ ഗ്രന്ഥത്തിൽ സത്യമുണ്ട്, അതായത് ആ ഗ്രന്ഥങ്ങളെ അംഗീകരിക്കേണ്ട ആളാണ് വരുന്ന പ്രവാചകൻ എന്നുള്ളത്. ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് സൂറ 21ന്റെ 7. മുൻ പ്രവാചകർക്ക് വെളിപ്പാടുകൾ നൽകിയിട്ടുണ്ട് എന്ന് വെച്ചാൽ പുറകെ വരുന്ന പ്രവാചകൻ ആ വെളിപ്പാടുകളെ അംഗീകരിക്കുന്ന ആളായിരിക്കണം.
അപ്പൊ ഇതൊക്കെയാണ് പ്രവാചക മാനദണ്ഡമായിട്ട് ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. എന്നാൽ ഖുർആൻ നാം പരിശോധിച്ചു കഴിഞ്ഞാൽ സൂറ 5-ന്റെ 44 മുതൽ 47 വരെയുള്ള ഭാഗത്ത് നാം കാണുന്നത് യഹൂദന്മാര് തോറ അനുസരിച്ചും ക്രിസ്ത്യാനികൾ ഇഞ്ചീൽ അനുസരിച്ചും വിധി കൽപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഒരു പുതിയ പ്രവാചകന്റെ ആവശ്യം? ഓരോരോ മതക്കാര് അവരവരുടെ കൈവശമുള്ള വേദങ്ങളുടെ അടിസ്ഥാനത്തിൽ വിധി കൽപ്പിച്ചാൽ പോരെ? പുതിയ പ്രവാചകന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ ഈ ചോദ്യം ചോദിക്കാനുള്ള ധൈഷണിക ശേഷി മുഹമ്മദിന്റെ കാലത്ത് മുസ്ലിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ അന്നേ അവസാനിക്കുമായിരുന്ന ഒന്നാണ് ഈ ഇസ്ലാം മതം എന്ന് പറയുന്നതും മുഹമ്മദിന്റെ പ്രവാചകത്വം എന്ന് പറയുന്ന സംഗതി. പക്ഷെ ഇത് ചോദിക്കാനുള്ള ബോധം അന്നുള്ള മുസ്ലിങ്ങൾക്ക് ഇല്ലാതെ പോയി. ഇനി നമുക്ക് മുഹമ്മദിന് എങ്ങനെയാണ് പ്രവാചകത്വം ലഭിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നോക്കാം. ഹദീസിൽ വളരെ വ്യക്തമായിട്ട് അത് പറയുന്നുണ്ട്. സ്വഹീഹ് ബുഖാരി വാല്യം 9 പുസ്തകം 87 ഹദീസ് നമ്പർ 111 ഉള്ള ഇത്തിരി ദീർഘമായ ഹദീസാണ്. അത് ഞാൻ അങ്ങനെ തന്നെ വായിക്കാനാണ് പോകുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ഹദീസിനെ ആസ്പദമാക്കിയിട്ട് ചില ചോദ്യങ്ങൾ ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഹദീസ് അങ്ങനെ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, അത് കേൾക്കേണ്ടത് ആവശ്യമാണ്. ആയിഷ നിവേദനം, ഹിറാ ഗുഹയിൽ ഇരിക്കുമ്പോഴാണ് അവിടത്തേക്ക് പെട്ടെന്ന് സത്യം ലഭിച്ചത്. അതായത് ദിവ്യ സന്ദേശവാഹകനായ മലക്ക് നബിയുടെ അടുക്കൽ വന്ന് വായിക്കുക എന്ന് പറഞ്ഞു. അവിടുന്ന് പ്രതിവചിച്ചു, എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് എനിക്ക് അറിയില്ല. അവിടുന്ന് പറയുന്നു, അപ്പോൾ ആ മലക്ക് എന്നെ പിടിക്കുകയും ശക്തിയായി ആശ്ലേഷിച്ചു വിടുകയും ചെയ്തു. ഞാൻ വല്ലാതെ വിഷമിച്ചു പോയി. പിന്നെയും ആ മലക്ക് വായിക്കുക എന്ന് ആവർത്തിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് വായിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയുകയില്ല. അപ്പോൾ രണ്ടാം പ്രാവശ്യവും ആ മലക്ക് എന്നെ പിടിച്ച് ശക്തിയായി ആശ്ലേഷിച്ചു വിട്ടു. ഞാൻ അപ്പോഴും വല്ലാതെ വിഷമിച്ചു പോയി. വീണ്ടും ആ മലക്ക് എന്നോട് വായിക്കുക എന്ന് കൽപ്പിച്ചു. എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് എനിക്ക് അറിയുകയില്ല, അഥവാ ഞാൻ എന്താണ് വായിക്കേണ്ടത് എന്ന് മറുപടി പറഞ്ഞപ്പോൾ മൂന്നാം പ്രാവശ്യവും എന്നെ പിടിച്ച് ശക്തിയായി ആശ്ലേഷിച്ചു വിടുകയും അനന്തരം, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ നീ വായിക്കുക, മനുഷ്യനെ അവൻ രക്തക്കട്ടയിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു, നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് പേന കൊണ്ട് പഠിപ്പിച്ചവനായ ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു, മനുഷ്യനെ അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുകയും ചെയ്തു. ഉടനെ ഭയവിഹ്വലനായി പിടയ്ക്കുന്ന ഹൃദയത്തോടെ ഈ സന്ദേശവുമായി നബി മടങ്ങി. അദ്ദേഹത്തിന്റെ കഴുത്തിലെ പേശികൾ ഭയം കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഖദീജയുടെ അരികിൽ ചെന്ന് എനിക്ക് പുതച്ചു തരൂ എന്ന് പറയുകയും ചെയ്തു. അതനുസരിച്ച് ആ ഭയം നിശേഷം തീരുന്നത് വരെ ഖദീജ നബിക്ക് പുതച്ചു കൊടുത്തു. അനന്തരം നബി പറഞ്ഞു, ഓ ഖദീജ, എനിക്ക് എന്താണ് പറ്റിയത്? തുടർന്ന് അദ്ദേഹം തനിക്ക് സംഭവിച്ച എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഖദീജയെ അറിയിക്കുകയും എനിക്ക് വല്ല ആപത്ത് സംഭവിക്കാൻ പോവുകയാണോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് ആശങ്കപ്പെടുകയും ചെയ്തു. ഖദീജ പറഞ്ഞു, ഇല്ല, അങ്ങ് സന്തോഷിക്കുക. അല്ലാഹുവാണ് സത്യം, അങ്ങയെ അല്ലാഹു ഒരിക്കലും അപമാനിക്കുകയില്ല. അല്ലാഹുവാണ് സത്യം, അങ്ങ് കുടുംബബന്ധം പുലർത്തുകയും സത്യം പറയുകയും പരാശ്രയരുടെ ഭാരം ചുമക്കുകയും അഗതികൾക്ക് വേണ്ടി അത്യധ്വാനം ചെയ്യുകയും അതിഥികളെ സൽക്കരിക്കുകയും ആപത്ത് ബാധിച്ചവരെ സഹായിക്കുകയും ചെയ്യുന്നു. ശേഷം ഖദീജ തന്റെ പിതൃവ്യ പുത്രനായ വറക്ക ഇബ്നു നൗഫൽ ഇബ്നു അസദ് ഇബ്നു അബ്ദുൽ ഉസായുടെ അടുക്കലേക്ക് നബിയെ കൊണ്ടുപോയി. വറക്ക ജാഹിലിയ കാലത്ത് ക്രിസ്തുമതം സ്വീകരിച്ചവനും അറബി ഭാഷ അറിയുന്നവനുമായിരുന്നു. തന്നിമിത്തം അദ്ദേഹം അല്ലാഹുവിന്റെ ആഗ്രഹം പോലെ ഇഞ്ചിയിൽ അറബി ഭാഷയിൽ ധാരാളമായി എഴുതാറുണ്ടായിരുന്നു. അദ്ദേഹം ഒരു വയോവൃദ്ധനും 2 കണ്ണുകളുടെയും കാഴ്ചശക്തി നഷ്ടപ്പെട്ടവനുമായിരുന്നു. ഖദീജ അദ്ദേഹത്തോട് പറഞ്ഞു, പിതൃവ്യ പുത്ര, നിങ്ങളുടെ സഹോദരപുത്രന്റെ വിശേഷങ്ങൾ ഒന്ന് കേട്ടാലും. ഉടനെ വറക്ക നബിയോട് ചോദിച്ചു, എന്റെ സഹോദരപുത്ര, നീ എന്താണ് കണ്ടത്? താൻ കണ്ട കാര്യങ്ങളെല്ലാം നബി അദ്ദേഹത്തിന് വിശദീകരിച്ചു കൊടുത്തു. അപ്പോൾ വറക്കത്ത് പറഞ്ഞു, ഇത് അല്ലാഹു മൂസയുടെ അടുക്കിലേക്ക് അയച്ചിരുന്ന രഹസ്യ സന്ദേശവാഹകനാണ്. നിന്റെ ജനത നിന്നെ ബഹിഷ്കരിക്കുന്ന അവസരത്തിൽ ഞാൻ ഒരു യുവാവായി ജീവിക്കുകയായിരുന്നെങ്കിൽ. നബി ചോദിച്ചു, അവർ എന്നെ ബഹിഷ്കരിക്കുമോ? വറക്ക പറഞ്ഞു, അതെ, നീ കൊണ്ടുവന്നിട്ടുള്ള സന്ദേശവുമായി വന്നിട്ടുള്ള ആരും തന്നെ മർദ്ദനത്തിന് വിധേയരാകാതിരുന്നിട്ടില്ല. ആ കാലഘട്ടത്തിൽ ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ നിനക്ക് സർവ്വവിധ പിന്തുണയും നൽകി നിന്നെ ഞാൻ സഹായിക്കുന്നതായിരിക്കും. എന്നാൽ അല്പനാളുകൾക്ക് ശേഷം വറക്കത്ത് മരിക്കുകയും ദിവ്യ സന്ദേശം വരുന്നത് കുറച്ചു നാളേക്ക് നിലയ്ക്കുകയും ചെയ്തപ്പോൾ നബി അതിദുഃഖിതനായി തീരുകയും ഉയരമുള്ള മലകളുടെ മുകളിൽ കയറി താഴേക്ക് ചാടി സ്വയം ജീവനൊടുക്കാൻ അദ്ദേഹം പലവട്ടം ശ്രമം നടത്തിയതായി ഞങ്ങൾ കേൾക്കുകയുണ്ടായി. ഓരോ പ്രാവശ്യവും അദ്ദേഹം താഴേക്ക് ചാടാൻ വേണ്ടി മലയുടെ ഉച്ചയിലേക്ക് കയറുമ്പോൾ ജിബ്രീൽ അദ്ദേഹത്തിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയും, ഓ മുഹമ്മദ്, വാസ്തവമായും താങ്കൾ അല്ലാഹുവിന്റെ സത്യ അപ്പോസ്തലനാണ്. ഇത് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയം തണുക്കുകയും അദ്ദേഹം താഴേക്ക് ഇറങ്ങി വന്ന് സമാധാനത്തോടെ വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്യും. എന്നാൽ വീണ്ടും ദിവ്യ വെളിപ്പാടുകൾ കുറച്ചു നാളത്തേക്ക് നിലയ്ക്കുമ്പോൾ അദ്ദേഹം പഴയതുപോലെ ദുഃഖിതനായി തീരുകയും മുൻപ് ചെയ്തതുപോലെ ജീവൻ ഒടുക്കാൻ വേണ്ടി മലമുകളിലേക്ക് കയറുകയും ചെയ്യും. പക്ഷെ അദ്ദേഹം മലയുടെ ഉച്ചയിലെത്തുമ്പോൾ ജിബ്രീൽ പ്രത്യക്ഷനാകുകയും മുൻപ് പറഞ്ഞത് ആവർത്തിക്കുകയും ചെയ്യും. സ്വഹീഹ് ബുഖാരി വാല്യം 9 പുസ്തകം 87 ഹദീസ് നമ്പർ 111.
അപ്പൊ ഇതാണ് മുഹമ്മദിന് എങ്ങനെയാണ് പ്രവാചകത്വം അനിൽ കിട്ടിയത്. ബ്രദറെ ഒരു ശകലം സൗണ്ടിൽ പറയണേ, വോളിയം കുറവാണ്. ഓക്കെ, അപ്പൊ മുഹമ്മദിന് എങ്ങനെയാണ് പ്രവാചകത്വം കിട്ടിയത് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണെന്നാണ് ഹദീസിൽ കാണുന്നത്. ഏതായാലും ഈ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് മുഹമ്മദിന്റെ പ്രവാചകത്വത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഓരോന്നോരോന്നായിട്ട് അക്കമിട്ട് തന്നെ ചോദിക്കാം. ഒന്നാമത്തെ ചോദ്യം, ആത്മാക്കളെ വിവേചിക്കാനുള്ള ശേഷി മുഹമ്മദിന് ഉണ്ടായിരുന്നില്ല എന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. യോഹന്നാന്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കാൻ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവിനെന്ന് വ്യക്തമായ കൽപ്പന ദൈവം നൽകുന്നുണ്ട്. അപ്പോൾ ബൈബിൾ വിശ്വാസികൾക്ക് ആത്മാക്കളെ വിവേചിക്കാനുള്ള കഴിവുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ പ്രവാചകന് ആത്മാവിനെ വിവേചിക്കാൻ കഴിയാതെ ഒരു ക്രിസ്ത്യാനിയുടെ അടുത്തേക്ക് പോകേണ്ടി വന്നു, തന്റെ അടുക്ക വന്നത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതായത് ആത്മാവിനെ വിവേചിക്കാനുള്ള ശേഷി പ്രവാചകൻ എന്ന് അവകാശപ്പെടുന്ന മുഹമ്മദിന് ഉണ്ടായിരുന്നില്ല. അപ്പൊ മുഹമ്മദിന്റെ പ്രവാചകത്വ അവകാശം തള്ളിക്കളയാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം ഇതാണ്. എന്തുകൊണ്ട് മുഹമ്മദിന് തന്റെ അടുക്കൽ വന്ന ആത്മാവിനെ വിവേചിക്കാനുള്ള ശേഷി ഉണ്ടായില്ല. രണ്ടാമത്തെ ചോദ്യം, മുഹമ്മദിന്റെ അടുക്കൽ വന്ന മലക്ക് എന്തുകൊണ്ട് തന്റെ പേര് വെളിപ്പെടുത്തിയില്ല. ബൈബിളിൽ നമ്മൾ നോക്കിയാൽ ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷപ്പെടുന്ന സംഭവങ്ങൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദാനിയേൽ പ്രവാചകന് പ്രത്യക്ഷപ്പെടുമ്പോൾ തന്റെ പേര് പറയുന്നതായി ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിലും, അതുപോലെ പുതിയ നിയമത്തില് സഖരിയ പുരോഹിതന് പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് തന്റെ പേര് പറയുന്നതായി ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിലും കാണാം. അപരിചിതനായ ഒരാളുടെ അടുക്കൽ ആദ്യമായിട്ട് നമ്മൾ ഏതൊരാളും ചെല്ലുമ്പോൾ തന്റെ പേര് പറഞ്ഞ് പരിചയപ്പെടുത്തുക എന്നുള്ളത് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്നാൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നും വന്നതായി മുസ്ലിങ്ങൾ ആരോപിക്കുന്ന മലക്കിന് ഈ ഒരു മര്യാദാബോധം പോലും ഉണ്ടാകാതിരുന്നത് എന്തുകൊണ്ടാണ്? തന്റെ പേര് പറഞ്ഞ് ഞാൻ ഇന്ന ആളാണ് എന്ന് പറഞ്ഞില്ല. ഇത് പറയുന്നത് പിന്നീട് വറക്കയാണ് പറയുന്നത് വന്നത് ഇങ്ങനെയാണ്, അത് കഴിഞ്ഞ് ഖദീജയാണ് പേരിടുന്നത്, വന്നത് ജിബ്രീലാണെന്നൊക്കെ പറഞ്ഞു. അല്ലാണ്ട് ജിബ്രീൽ ഈ വന്ന ആൾ ഒരിക്കലും പറഞ്ഞില്ല ഞാൻ ജിബ്രീലാണ്. മൂന്നാമത്തെ ചോദ്യം, വായിക്കാൻ അറിയാത്ത ഒരാളോട് വായിക്കാൻ ആവശ്യപ്പെടുന്നതായിട്ടാണ് നമ്മൾ ആ ഹദീസിൽ കണ്ടത്. സുബോധമുള്ള ഏതൊരാൾക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ്, വായിക്കാൻ അറിയാത്ത ഒരാളോട് മറ്റൊരാൾ വായിക്കാൻ ആവശ്യപ്പെട്ടാൽ അതിന്റെ അർത്ഥം ഈ വന്നയാൾക്ക് അല്ലെങ്കിൽ വായിക്കാൻ ആവശ്യപ്പെട്ടയാൾക്ക് ഇയാളെ കുറിച്ച് യാതൊരു അറിവുമില്ല, ഇയാൾ വായിക്കാൻ അറിയാത്ത ആളാണ്, നിരക്ഷരനാണെന്നുള്ള കാര്യം ഇയാൾക്ക് അറിയില്ല, അതുകൊണ്ടാണ് വായിക്കാൻ ആവശ്യപ്പെട്ടതെന്നുള്ളത്. ഇവിടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഹമ്മദിന്റെ അരികിൽ വന്നതായി മുസ്ലിങ്ങൾ ആരോപിക്കുന്ന അല്ലെങ്കിൽ ഹദീസുകളിൽ പറയുന്ന ഈ ജിബ്രീൽ അല്ലെങ്കിൽ മലക്ക് എന്ന് പറയുന്ന ഈ സാധനം, ഇത് സർവജ്ഞാനിയായ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് വന്നതാണെന്നാണ് പറയുന്നത്. അപ്പൊ അള്ളാഹുവിന് തന്റെ സർവജ്ഞാനത്തിൽ അറിഞ്ഞുകൂടായിരുന്നോ മുഹമ്മദിന് എഴുത്തും വായനയെ അറിയില്ല? അപ്പൊ ആ മുഹമ്മദിന്റെ അടുക്കൽ ഞാൻ ഒരു സന്ദേശവാഹകനെ വിട്ടിട്ട് അവനോട് വായിക്കാൻ ആവശ്യപ്പെടുന്നത് മണ്ടത്തരമാണ്, വായിക്കാൻ മുഹമ്മദിന് കഴിയില്ല എന്നുള്ള കാര്യം വായിക്കാനൊക്കെ പറഞ്ഞു ചിലപ്പോൾ എനിക്ക് എഴുത്തും വായന അറിയില്ല എന്ന് പറഞ്ഞാൽ ഓക്കെ, നമ്മൾ മനുഷ്യരാണ്. പക്ഷെ സർവജ്ഞാനി എന്ന് അവകാശപ്പെടുന്ന അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് വരുന്ന ഒരു മലക്കിന് ഇങ്ങനെ ഒരു അബദ്ധം പറ്റാൻ പാടുണ്ടോ? അപ്പൊ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം സംഭവിച്ചതെന്നുള്ളതാണ് മൂന്നാമത്തെ ചോദ്യം. നാലാമത്തെ ചോദ്യം, അവിടെ നമ്മൾ കാണുന്നത് ഈ വായിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ മുഹമ്മദ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മുഹമ്മദിനെ പിടിച്ച് ശക്തമായിട്ട് ഞെരിക്കുകയാണ്. അത് ഒരു പ്രാവശ്യമല്ല 3 വട്ടം. അപ്പൊ വായിക്കാൻ അറിയാത്ത ഒരാളെ പിടിച്ച് ശക്തിയായി ഞെരിച്ച അയാൾക്ക് വായിക്കാൻ പറ്റുമോ? അത് നടക്കുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ എന്തൊരു സംഭവമാണ്. നമുക്ക് ഈ സ്കൂളുകളുടെ ഒന്നും ആവശ്യമില്ലല്ലോ, പിള്ളേരൊക്കെ പിടിച്ചിങ്ങനെ അങ്ങ് ഞെക്കി വിട്ടാൽ പോരെ, പിള്ളേർ പിന്നെ വായിക്കാനൊക്കെ തുടങ്ങുമല്ലോ. അപ്പൊ ഈ നമുക്കറിയാം ഇല്ല, അങ്ങനെ എത്ര പിടിച്ച് ഞെരിച്ചു കഴിഞ്ഞാലും വായിക്കാൻ പറ്റുകയില്ല. അപ്പൊ പിന്നെ ഇല്ല എന്നാണ് നിങ്ങൾ ഉത്തരം പറയുന്നതെങ്കിൽ എന്തുകൊണ്ടാണ് മലക്ക് മുഹമ്മദിനെ പിടിച്ച് ശക്തിയായി ഞെരിച്ചത്? 1 വട്ടമല്ല 3 വട്ടം. അത് എന്തിനു വേണ്ടിയാണ് ഞെരിച്ചത്? ഇനി അഞ്ചാമത്തെ ചോദ്യം, സൂറ 33-62 പറയുന്നത്, മുമ്പ് കഴിഞ്ഞു പോയവരുടെ കാര്യത്തിൽ അള്ളാഹു സ്വീകരിച്ച അതേ നടപടിക്രമം തന്നെ അള്ളാഹുവിന്റെ നടപടിക്രമത്തിന് യാതൊരു മാറ്റവും നീ കണ്ടെത്തുകയില്ലെന്നാണ്. അതായത് അള്ളാഹുവിന്റെ നടപടിക്രമങ്ങൾ എല്ലാ കാലത്തും ഒരുപോലെ തന്നെയാണ്, അതിനൊരു മാറ്റവും ഉണ്ടാകില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അള്ളാഹു മുൻ പ്രവാചകന്മാർക്കും വഹിയ കൊടുത്തത് ഈ മുഹമ്മദിന് വഹിയ കൊടുത്ത ഇതേപോലെ തന്നെ ആയിരിക്കണം, അതായത് നടപടിക്രമം എല്ലാം ഒന്ന് തന്നെ ആയിരിക്കണം. എന്നാൽ ഇങ്ങനെ ഒരു വിധത്തില് മലക്ക് പ്രവാചകനെ നെഞ്ചോട് പിടിച്ച് ചേർത്ത് ഇങ്ങനെ അങ്ങ് ഞെരിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലാക്കൊല ചെയ്തുകൊണ്ട് അങ്ങനെ ഭയപ്പെടുത്തിക്കൊണ്ട് വഹിയ കൊടുക്കുന്നതായിട്ട് ഏതെങ്കിലും ഒരു മുൻ പ്രവാചകനെ കാണിക്കാൻ നമുക്ക് പറ്റുമോ? നമുക്ക് മീൻസ് മുസ്ലിങ്ങൾക്ക് സാധിക്കുമോ? അത് 1,24,000 പ്രവാചകന്മാരെ അള്ളാഹു ഭൂമിയിലേക്ക് അയച്ചിട്ടുണ്ടെന്നാണല്ലോ മുസ്ലിങ്ങളുടെ അവകാശവാദം. അതിൽ ഒരാളെയെങ്കിലും ഇതുപോലെ ശ്വാസം മുട്ടിച്ച് കൊല്ലാക്കൊല ചെയ്യാൻ നോക്കിക്കൊണ്ട് വെളിപ്പാട് കൊടുത്തതായി കാണിച്ചു തരാനുണ്ടോ?
ഇല്ല എന്നാണ് മുസ്ലിങ്ങളുടെ ഉത്തരമെങ്കിൽ സൂറ 33:62 അനുസരിച്ച് മുഹമ്മദ് പ്രവാചകത്വത്തിന് അയോഗ്യനാണ്. ഇനി ഞങ്ങളുടെ 6ാമത്തെ ചോദ്യം, അവിടെ നമ്മൾ വായിക്കുന്നത്, ഈ ഹദീസ് നമ്മൾ വായിച്ചത് ഒന്നും മുഹമ്മദിന്റെ മുമ്പാകെ കൊണ്ട് കൊടുക്കുന്നില്ല. മുഹമ്മദ് എന്തെങ്കിലും ഒരു കാര്യം കാണിച്ചിട്ട് അത് വായിക്കുക എന്നല്ല പറഞ്ഞത്. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതി കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അവനോട് വായിക്കാൻ ആവശ്യപ്പെട്ടാൽ, അത് എഴുതാൻ വായന അറിയാത്ത ഒരാൾക്ക് പോലും അത് വായിക്കാൻ പറ്റില്ല. നമുക്കറിയാം, എന്തെഴുതി കൊടുത്താലും അയാൾ വായിക്കില്ല. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു സാധനം എഴുതി കൊടുക്കുന്ന പോലും ഇല്ല. ഒന്നും ഇല്ലാതെയാണ് മുഹമ്മദിന്റെ അടുക്ക ചെന്നിട്ട് ഈ മലക്ക് പറയുന്നത് വായിക്കുക എന്ന്. നീ ചൊല്ലുക എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് അർത്ഥമുണ്ട്. അപ്പൊ എന്താണ് ചൊല്ലേണ്ടതെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്നുണ്ടല്ലോ അവിടെ, വായിക്കുക, നീ നിന്നെ സൃഷ്ടിച്ചവനായ രക്ഷിതാവിന്റെ നാമത്തിൽ എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ അതുപോലെ ചൊല്ലിക്കൊടുത്താൽ മതി. ആ ചൊല്ലിക്കൊടുക്കുന്ന അങ്ങനെ തന്നെ മുഹമ്മദ് ഏറ്റു ചൊല്ലിയാൽ ഓക്കെ. പക്ഷെ ഏറ്റു ചൊല്ലാനല്ല പറയുന്ന, അവിടെ വായിക്കാനാണ്. വായിക്കാനായിട്ടൊന്നും കൊടുക്കുന്നുമില്ല. അപ്പൊ അങ്ങനെ ഒന്നും കൊടുക്കാതെ നിരക്ഷരനായ ഒരു മനുഷ്യന്റെ മുമ്പാകെ യാതൊന്നും എഴുതി കൊടുക്കാതെ, എഴുതി കൊടുത്തിട്ട് പ്രയോജനമില്ല, ഇനി അത് വിട്, എന്നാൽ പോലും എഴുതി കൊടുക്കാതെ വായിക്കാൻ ആവശ്യപ്പെട്ടാൽ അയാൾ എന്താണ് വായിക്കേണ്ടത്? വായിക്കാൻ എന്തെങ്കിലും ഒരു സാധനം വേണ്ടേ അവിടെ? അങ്ങനെ ഒരു സാധനം ഇല്ല. അപ്പൊ പിന്നെ ഇത് ഇങ്ങനെയുള്ള ഒരു മണ്ടത്തരം, ഇതൊക്കെ അള്ളാഹു, മുസ്ലിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് സ്രഷ്ടാവാണല്ലോ, ലോക സ്രഷ്ടാവാണല്ലോ. ആ ലോക സ്രഷ്ടാവിൽ നിന്ന് ഇങ്ങനെയുള്ള മണ്ടത്തരമൊക്കെ വന്നത് എന്തുകൊണ്ടാണ്? ഞങ്ങളുടെ 7ാമത്തെ ചോദ്യം, മുഹമ്മദിനെ അള്ളാഹുവിന്റെ അപ്പോസ്തലനായി തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് എന്തുകൊണ്ടാണ് ആദ്യ സന്ദർശനത്തിൽ തന്നെ മലക്ക് പറയാതിരുന്നത്? അള്ളാഹു തന്നെ ഈ പ്രവാചകനായിട്ട് മുഹമ്മദിനെ തെരഞ്ഞെടുത്തിരുന്നെങ്കിൽ അത് ആദ്യമേ തന്നെ അത് പറയാതെ ഒളിപ്പിച്ചു വെച്ചത് എന്താണ്? ഇത് ആദ്യമേ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ പിന്നെ മുഹമ്മദിന് ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കേണ്ടി വരേണ്ട ഒരു ആവശ്യമൊന്നും ഇല്ലല്ലോ. ബൈബിളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദൈവം തന്നെ പ്രവാചകന്മാരായി വിളിക്കുന്ന ആളുകളുണ്ട്. ആ ആളുകളോട് ആദ്യമേ തന്നെ ദൈവം പറയാണ്, നിന്നെ ഞാൻ എന്റെ പ്രവാചകനായി ഇതാക്കി, അല്ലെങ്കിൽ നിന്നെ എന്റെ ശുശ്രൂഷയ്ക്കായി ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് ആദ്യമേ തന്നെ പറയുന്നുണ്ട്. അതിപ്പോ മോശയോടായാലും ശരി, അതല്ല വേറെ മറ്റു പല പ്രവാചകന്മാരോടൊക്കെ ഇതേപോലെ തന്നെയാണ് ദൈവം, മനുഷ്യപുത്ര നീ അവരോട് ഇങ്ങനെ പ്രവചിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇതാക്കുന്നത്. ദൈവം വിളിച്ചിട്ട് അവർ തന്നെ പ്രവാചകന്മാരാക്കി ഇതാക്കുകയാണ്. അവർക്കത് മാത്രമല്ല, ചുമ്മാ ഇതാക്കുകയല്ല, അവർക്കപ്പോ സംശയങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ആ സംശയം മാറ്റാം, അല്ലെങ്കിൽ അവർക്കൊരു വിശ്വാസം വരേണ്ടതിന് അവർക്ക് ആവശ്യമായ തെളിവുകൾ നൽകുകയും ചെയ്യുന്നതായിട്ടാണ് നമ്മൾ ബൈബിളിൽ കാണുന്നത്. എന്നാൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് വന്നതായി ആരോപിക്കപ്പെടുന്ന മലക്ക് എന്തുകൊണ്ടാണ് മുഹമ്മദിനെ അള്ളാഹുവിന്റെ അപ്പോസ്തലനായി തെരഞ്ഞെടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകനായി തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ള കാര്യം മുഹമ്മദിനോട് ആദ്യമേ തന്നെ പറയാതിരുന്നത്? അങ്ങനെ പറയാഞ്ഞതുകൊണ്ടാണല്ലോ പിന്നെ ആത്മഹത്യ ചെയ്യണമെന്നുള്ള ചിന്ത വന്ന് പുള്ളി ആത്മഹത്യ ചെയ്യാനൊക്കെ പോകുന്നത്. അപ്പൊ അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാതിരുന്നത്? 8ാമത്തെ ചോദ്യം, നമ്മള് ബൈബിളിൽ നോക്കിയാൽ 1 ശമൂവേൽ 9-ാം അധ്യായത്തിന്റെ 6 മുതൽ 9 വരെയുള്ള വേദഭാഗം നോക്കുകയാണെങ്കിൽ, അവിടെ ആളുകൾക്ക് എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് സംശയം ഉണ്ടായാൽ അത് തീർക്കണമെങ്കിലോ, അതല്ല അവർക്ക് വെളിപ്പാട് എന്തെങ്കിലും ലഭിക്കണമെന്നുണ്ടെങ്കിലോ പ്രവാചകന്റെ അടുത്തേക്കാണ് പോയിരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. പ്രവാചകന്റെ അടുക്കൽ ചെല്ലുകയാണ്. അവിടെ ദർശകനാണ് വിളിച്ചിരുന്നത്. അപ്പൊ ദർശകന്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. എന്നാൽ ഇവിടെ നമ്മളിപ്പോ വായിച്ച ഹദീസില് പ്രവാചകൻ എന്ന് അവകാശപ്പെടുന്ന ആള് തനിക്ക് ലഭിച്ച വെളിപ്പാടിനെ കുറിച്ചുള്ള സംശയം തീർക്കാൻ വേറെ ആൾക്കാരുടെ അടുത്തേക്കാണ് പോകുന്നത്. വ്യത്യാസം മനസ്സിലായിരുന്ന? ബൈബിളിൽ നോക്കുമ്പോൾ സാധാരണക്കാരായ ആളുകൾ അവർക്ക് ഇങ്ങനെ ഉണ്ടാകുന്ന സംശയങ്ങൾ തീർക്കാനോ അല്ലെങ്കിൽ വെളിപ്പാട് ലഭിക്കാനോ വേണ്ടി പ്രവാചകന്മാരുടെ അടുത്തേക്കാണ് പോകുന്നത്. എന്നാൽ ഇസ്ലാമിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് പ്രവാചകൻ എന്ന് അവകാശപ്പെടുന്ന ആള് തനിക്ക് ലഭിച്ച വെളിപ്പാടിനെ കുറിച്ചുള്ള സംശയം തീർക്കാൻ വേണ്ടി മറ്റാൾക്കാരുടെ അടുത്തേക്കാണ് പോകുന്നത്. ഇതെന്തുകൊണ്ടാണ് ഇത്? അതും പോയത് ഒരു പാഷാണ്ഡ ക്രിസ്ത്യാനിയുടെ അടുത്തേക്ക്. ഈ വർഖ ഇബ്നു നൗഫൽ എന്ന് പറയുന്നത് സത്യക്രിസ്ത്യാനിയല്ല, ഒരു പാഷാണ്ഡ ക്രിസ്ത്യാനിയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു പാഷാണ്ഡ ക്രിസ്ത്യാനിയുടെ അടുത്ത് പോയിട്ട് പ്രവാചകത്വം ഉറപ്പിക്കേണ്ട ഗതികേട് എന്തുകൊണ്ട് മുഹമ്മദിന് വന്നു? സത്യദൈവത്തിൽ നിന്നുള്ള പ്രവാചകന് ഒരിക്കലും ഇങ്ങനെ ഒരു ഗതികേട് വരാൻ പാടില്ലല്ലോ. എന്തുകൊണ്ടാണ് മുഹമ്മദിന് അത് വന്നത്? ഈ ഹദീസിനെ സംബന്ധിച്ചുള്ള ഞങ്ങളുടെ 9ാമത്തെ ചോദ്യം, മലക്കിൽ നിന്നുള്ള ആദ്യത്തെ വെളിപ്പാട് ലഭിച്ചതിന് ശേഷം മുഹമ്മദിന് തന്റെ പ്രവാചകത്വത്തെ കുറിച്ച് ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, താനൊരു കവിയോ അല്ലെങ്കിൽ ഭ്രാന്തനോ ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് സ്വയം സംശയിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന് വേറെ ആയത്തുകളും പിന്നെ ഹദീസുകളൊക്കെ ഉണ്ട്. സമയത്തിന്റെ ഇതുകൊണ്ട് ഞാനത് ഇടുന്നില്ലെന്നേ ഉള്ളൂ. അപ്പൊ ജാഹിലിയ കാലം മുതലേ അദ്ദേഹം കവികളെ വെറുത്തിരുന്നതിനാൽ താനും അവരിലുള്ള ഒരാളായിട്ട് മാറുമോ എന്ന് അദ്ദേഹം ഭയന്ന് ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്. അദ്ദേഹത്തിന്റെ ഭാഗ്യത്തിന് ഭാര്യ ഖദീജയും പിന്നെ വർക്കയും ഉറപ്പ് കൊടുക്കുകയാണ്, ഇദ്ദേഹത്തിന് ഭ്രാന്തൊന്നുമില്ല, ഇദ്ദേഹത്തിന് ലഭിച്ചത് ദിവ്യ വെളിപ്പാടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, പ്രവാചകനായി തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരാണ് ഉറപ്പ് കൊടുക്കുന്നത്. അതിനുശേഷമാണ് മുഹമ്മദ്, ഇവരുടെ ഈ ഉറപ്പ് കിട്ടിയതോടെയാണ് മുഹമ്മദും ചിന്തിക്കാൻ തുടങ്ങുന്നത് ഞാനൊരു പ്രവാചകനാണ്. വാസ്തവത്തിൽ അങ്ങനെ അന്ന് ഖദീജയും വർക്കയും പറഞ്ഞില്ലായിരുന്നെങ്കിൽ, അവരത് നിങ്ങളെ പ്രവാചകനായി തെരഞ്ഞെടുത്തിരിക്കുന്നു അങ്ങനെയൊന്നും പറയാതിരുന്നെങ്കിൽ ഇന്ന് ഇസ്ലാം എന്ന് പറഞ്ഞൊരു മതമേ ലോകത്തുണ്ടാകുമായിരുന്നില്ല. മുഹമ്മദിന് മാനസികമായി എന്തോ പ്രശ്നമാണെന്ന് അങ്ങനെയുള്ള കാര്യമാണ് ഖദീജയും വർക്കയും പറഞ്ഞിരുന്നതെങ്കിൽ
മുഹമ്മദ് എന്നൊരു പ്രവാചകനും ഉണ്ടാകുമായിരുന്നില്ല. ഇസ്ലാം എന്ന് പറഞ്ഞൊരു മതവും ഉണ്ടാകുമായിരുന്നില്ല. ലോകം ഇന്നത്തേക്കാൾ വളരെ മനോഹരവും സുന്ദരവുമായി നിലനിൽക്കുകയും ചെയ്താൽ ലോകത്തിന്റെ നമ്മുടെയൊക്കെ ഭാഗ്യദോഷത്തിന് ഖദീജയും വർക്കയും എന്ന് പറഞ്ഞ് മുഹമ്മദിന് ദിവ്യ വെളിപ്പാട് ലഭിച്ചു എന്നാണ്. അപ്പൊ എന്റെ ചോദ്യം എന്ന് പറയുന്നത്, അവർ ആ പറഞ്ഞ കാര്യത്തിന് അവർക്ക് എന്ത് ഉറപ്പാണ് ഉണ്ടായിരുന്നത്? അവരെന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് മുഹമ്മദിന് കിട്ടിയത് ദിവ്യ വെളിപ്പാടാണ്? അവർക്കത് അറിയാനുള്ള ജ്ഞാനം എവിടെ നിന്നാണ് ലഭിച്ചത്? ഈ ഹദീസിനെ സംബന്ധിച്ചിട്ടുള്ള ഞങ്ങളുടെ 10ാമത്തെ ചോദ്യം, തന്റെ പ്രവാചകത്വത്തെ കുറിച്ച് തന്നെ ഉറപ്പില്ലാതെ മറ്റുള്ളവര് ഊഹിച്ചു പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ താൻ ഒരു പ്രവാചകനാണെന്ന് സ്വയം വിചാരിച്ച് നടന്നിരുന്ന മുഹമ്മദിനെ എങ്ങനെയാണ് തനിക്ക് ലഭിക്കുന്ന വെളിപ്പാടുകൾ അത് ദൈവത്തിൽ നിന്നുള്ളതാണോ അതോ സാത്താനിൽ നിന്നുള്ളതാണോ എന്ന് തിരിച്ചറിയാൻ കഴിയുന്നത്? കാരണം മുഹമ്മദിന് തന്നെ ഉറപ്പില്ല തനിക്ക് ലഭിച്ച ഈ വഹി, ഈ വെളിപ്പാട്, ഈ കൊണ്ടുവന്ന ആൾ ആരാണ്, ഇത് എവിടെ നിന്നാണ് ലഭിച്ചതെന്നുള്ളതിനെ കുറിച്ച് യാതൊരു ധാരണയില്ല. അതുകൊണ്ടാണ് ഭാര്യയുടെ അടുത്തേക്കും പിന്നെ ഭാര്യയെയും കൂട്ടിയിട്ട് പാഷാണ്ട് ക്രിസ്ത്യാനിന്റെ അടുത്തേക്ക് ഓടേണ്ടി വന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് ഇദ്ദേഹത്തിന് ഇപ്പൊ മാനുഷികമായിട്ടുള്ള ഒന്നല്ല, എന്തെങ്കിലും ഒരു വെളിപ്പാട് ലഭിച്ചെന്ന് തന്നെ ഇരിക്കട്ടെ, അത് ദൈവത്തിൽ നിന്നുള്ള വെളിപ്പാടാണെന്ന് എങ്ങനെ ഉറപ്പിച്ചു പറയാൻ പറ്റുന്നത്? അത് സാത്താനിൽ നിന്നായിക്കൂടെ? മാനുഷികമായിരുന്നില്ല നമ്മൾ സമ്മതിച്ചാൽ തന്നെയും അത് ദൈവികമാണെന്ന് വരുന്നില്ലല്ലോ, അത് പൈശാചികമായി കൂടെ? ഇന്നത്തെ മുസ്ലിങ്ങൾക്ക് എങ്ങനെയാണ് ഉറപ്പിക്കാൻ പറ്റുന്നത് മുഹമ്മദിന് ലഭിച്ചതായി ആരോപിക്കപ്പെടുന്ന വെളിപ്പാടുകൾ പൈശാചികമായിരുന്നില്ല എന്ന്? അത് പൈശാചികമായിരുന്നില്ല, ദൈവികമായിരുന്നു എന്ന് ഉറപ്പിച്ചു പറയാൻ തയ്യാറായി ഏതെങ്കിലും മുസ്ലിങ്ങൾ മുന്നോട്ട് വരികയാണെങ്കിൽ അവരോട് ഞങ്ങൾ ചോദിക്കട്ടെ, മുഹമ്മദിന് തന്നെ ഉറപ്പില്ലാത്ത ഈ കാര്യം നിങ്ങൾക്ക് എങ്ങനെയാണ് ഉറപ്പിച്ചു പറയാൻ പറ്റുന്നത്? മുഹമ്മദ് ഈ കാര്യത്തിൽ ഉറപ്പില്ലായിരുന്നുകൊണ്ടാണല്ലോ ഖദീജനെയും വർക്കയെയും ഒക്കെ മുഹമ്മദ് ആശ്രയിക്കേണ്ടി വന്നത്. അപ്പൊ മുഹമ്മദിന് തന്നെ ഉറപ്പില്ലാത്ത കാര്യം നിങ്ങൾക്ക് എങ്ങനെയാണ് ഉറപ്പിച്ചു പറയാൻ പറ്റുന്നത്? ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലുള്ള ഞങ്ങളുടെ 11ാമത്തെ ചോദ്യം, ഈ മലക്കുമായിട്ടുണ്ടായ ആദ്യ ദർശനത്തിന് ശേഷം തനിക്ക് എന്തോ സംഭവിച്ചു എന്ന് മുഹമ്മദ് വളരെയധികം ഭയപ്പെട്ടതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഈ ഭയത്തിന്റെ അടിസ്ഥാനം എന്താണ്? മുഹമ്മദ് ഓടുകയാണ്, അവിടുന്ന് ആ ഗുഹയിൽ നിന്ന് ഓടുകയാണ് ഭാര്യയുടെ അടുത്തേക്ക്, എനിക്ക് പുതപ്പിച്ചതാന്ന് പറഞ്ഞു പേടിച്ച് പനി വറച്ച് അവിടെ കിടക്കുകയാണ്. പിന്നെ മുഹമ്മദിന്റെ ഭാര്യ ഉറപ്പ് കൊടുത്തതിൽ നിന്നാണ് ഭയം അല്പമെങ്കിലും മുഹമ്മദിന് നീങ്ങി പോകുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ദോഷമൊന്നും വരില്ല, നിങ്ങൾ നല്ല മനുഷ്യനാണെന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് ഈ ഭയം ഇത്തിരിയെങ്കിലും നീങ്ങി പോകുന്നത്. തന്റെ ചിന്താശേഷിക്ക് എന്തോ തകരാറ് സംഭവിച്ചു അഥവാ തനിക്ക് ഭ്രാന്ത് പിടിച്ചു എന്നാണ് മുഹമ്മദ് ഭയപ്പെടുന്നത്. ഈ വഹി നിലച്ച സമയത്ത് ആത്മഹത്യ ചെയ്യാനുള്ള പ്രവണത മുഹമ്മദ് കാണിക്കാൻ തുടങ്ങിയ ആ ഒരു സമയമുണ്ടല്ലോ, അപ്പോ തന്റെ ഭാര്യയോട് മുഹമ്മദ് പറഞ്ഞതായി പ്രമുഖ ഇസ്ലാമിക പണ്ഡിതൻ ഇബിൻ സാദിന്റെ കിതാബ് അൽ തബാഖത്ത് അൽ കബീർ എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്. അതിന്റെ എസ് മൊയ്നുൽ ഹക്കിന്റെ ഇംഗ്ലീഷ് തർജ്ജമ, അതിന്റെ പേജ് 225 പറയുന്നത്, ഓ ഖദീജ, ഞാൻ പ്രകാശം കാണുകയും ശബ്ദങ്ങൾ കേൾക്കുകയും ചെയ്യുന്നു, എനിക്ക് ഭ്രാന്ത് പിടിച്ചോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നാണ് മുഹമ്മദ് പറഞ്ഞായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബൈബിളിൽ നമ്മൾ കാണുന്നത് സുബോധമില്ലാത്ത ആളുകൾ പ്രവാചകന്മാരുടെയോ, പഴയ നിയമത്തിലൊക്കെ ആണെങ്കിൽ പ്രവാചകന്മാരുടെ, അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിന്റെ അല്ലെങ്കിൽ അപ്പോസ്തലന്മാരുടെയും മുമ്പാകെ വന്ന സന്ദർഭങ്ങളൊക്കെ നോക്കിയാൽ അവരുടെ ഭ്രാന്തൊക്കെ മാറി അവർക്ക് സുബോധം ലഭിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഭ്രാന്തുള്ളവരുടെയൊക്കെ ഭ്രാന്ത് മാറിപ്പോകുന്നതായിട്ടാണ്. എന്നാൽ ഇവിടെ നാം കാണുന്നത് സുബോധമുള്ള ഒരാളുടെ മുമ്പിൽ അള്ളാഹുവിന്റെ ഒരു മലക്ക് പ്രത്യക്ഷപ്പെട്ട് ഇയാൾ അള്ളാഹുവിന്റെ പ്രവാചകനാക്കി തീർന്നതോടെ അയാളുടെ ആ സുബോധം മാറി അയാൾ ഭ്രാന്തനായി മാറിയെന്ന് അയാൾ തന്നെ സ്വയം സംശയിക്കുകയാണ്, എനിക്ക് ഭ്രാന്ത് പിടിച്ചത്. ഉണ്ടായിരുന്ന ബോധം പോലും കളഞ്ഞെടുക്കുകയാണ്. അപ്പൊ അള്ളാഹുവിന്റെ പ്രവാചകനായി തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുടെ ചിന്താശേഷിക്ക് തകരാറ് സംഭവിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവാചകത്വം, താനൊരു ഭ്രാന്തനാണോ എന്ന് അയാളെ കൊണ്ട് തന്നെ സ്വയം ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവാചകത്വം, അതെന്ത് തരം പ്രവാചകത്വമാണ്? സുബോധമുള്ള ആരെങ്കിലും അത് സത്യദൈവത്തിൽ നിന്നുള്ള പ്രവാചകത്വമാണെന്ന് വിശ്വസിക്കുമോ? അത് എന്ത് തരത്തിലുള്ള പ്രവാചകത്വമാണ്? ഇനി ഈ ഹദീസിലെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ 12ാമത്തെ ചോദ്യം, സൂറ 2:282 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാണുന്നത് ഗൗരവമുള്ള ഏതൊരു കാര്യത്തിന് 2 സാക്ഷികൾ ആവശ്യമാണെന്നുള്ള കാര്യമാണ്. അവിടെ കരാർ എഴുതുന്ന കാര്യമൊക്കെയാണ് പറയുന്നത്, സാമ്പത്തിക കാര്യങ്ങൾ, കടത്തിന്റെ ഒക്കെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് ചെയ്യണമെങ്കിൽ 2 പുരുഷ സാക്ഷികൾ വേണം. ഇനി പുരുഷ സാക്ഷികളെ കിട്ടാനില്ലെങ്കിൽ 4 സ്ത്രീ സാക്ഷികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീയുടെ സാക്ഷി എന്ന് പറയുന്നത് ഇസ്ലാമിൽ അരപുരുഷന്റെ സാക്ഷ്യമാണ്. അങ്ങനെ ആ വിധത്തിലാണ് ഉള്ളത്. അപ്പൊ അങ്ങനെയുള്ള സാക്ഷികളുടെ കാര്യം 2 പുരുഷന്മാരാണെങ്കിൽ 2 സാക്ഷികളുടെ ഇത് ആവശ്യമാണെന്ന് പറയുന്നുണ്ട്. ഈ പണത്തിന്റെ കാര്യത്തിൽ പണത്തിനേക്കാളും വിലപ്പെട്ടതാണല്ലോ ആത്മാവ് എന്ന് പറയുന്ന സാധനം, ജീവൻ എന്ന് പറയുന്നത് പണത്തിനേക്കാളും വലുതാണ്. അപ്പൊ അതിന്റെ കാര്യം വരുമ്പോൾ തീർച്ചയായിട്ടും സാക്ഷികൾ ആവശ്യമാണ്, പണത്തിനേക്കാളും വിലപിടിപ്പ കാര്യമായതുകൊണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആത്മീയത എന്ന് പറയുന്ന സംഗതിയിലേക്കൊക്കെ വരുമ്പോൾ ഈ സാക്ഷികളുടെ കാര്യം തീർച്ചയായിട്ടും ആവശ്യമാണ്. അപ്പൊ ഇത് മുഹമ്മദിന്റെ പ്രവാചകത്വത്തിന്റെ കാര്യത്തിൽ ഇത് ബാധകമാണ്. കാരണം മുഹമ്മദ് പ്രവാചകനാണെന്ന് വിശ്വസിച്ച ഒരു മനുഷ്യൻ ജീവിച്ചിട്ട് മുഹമ്മദ് കള്ളപ്രവാചകനാണെന്നുണ്ടെങ്കിൽ അയാൾ പോകുന്ന നരകത്തിലേക്കാണ്, അയാളുടെ ആത്മാവ് അയാൾ നരകത്തിലേക്ക് കൊണ്ട് തള്ളുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും മുഹമ്മദിന്റെ പ്രവാചകത്വത്തിന്റെ കാര്യത്തിൽ ഈ ഉറപ്പ് വേണം, 2 സാക്ഷികളുടെ ഉറപ്പ് ആവശ്യമാണ്.
താൻ മലക്കിനെ കണ്ടു എന്ന് മുഹമ്മദ് സ്വയം അവകാശപ്പെടുന്നതല്ലാതെ ഒരാൾ പോലും അതിന് ദൃക്സാക്ഷിയായിട്ടില്ല എന്ന് ഓർക്കണം. ഒരൊറ്റയാൾ പോലും അതിന് ദൃക്സാക്ഷിയില്ല. നമുക്ക് വേണമെങ്കിൽ മുഹമ്മദിനെ ഒരു സാക്ഷിയായിട്ട് പരിഗണിക്കാം. മുഹമ്മദ് ഈ പറഞ്ഞ കാര്യത്തിന് മുഹമ്മദിനെ തന്നെ വേണമെങ്കിൽ, അത് ചെയ്യുന്നത് അങ്ങനെ ശരിയല്ല, എന്നാൽ പോലും വേണമെങ്കിൽ മുഹമ്മദിനെ ഒരു സാക്ഷിയായിട്ട് പരിഗണിച്ചാലും മുഹമ്മദ് മലക്കിനെ കണ്ടു എന്നുള്ളതിന് രണ്ടാം സാക്ഷി എവിടെയാണ്? രണ്ട് സാക്ഷികളുടെ വാമൊഴിയാലല്ലേ കാര്യങ്ങൾ തീരുമാനിക്കണമെന്ന്, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ രണ്ട് സാക്ഷി വേണമെന്നുള്ളതാണല്ലോ പ്രമാണം. നിങ്ങളുടെ പ്രമാണത്തിൽ പറയുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ മുഹമ്മദ് പറയാണ് ഞാൻ മലക്കിനെ കണ്ടു, അല്ലെങ്കിൽ എന്റെ മുമ്പാകെ മലക്ക് പ്രത്യക്ഷനായി. വേറൊരു സാക്ഷി എവിടെ? രണ്ട് സാക്ഷികൾ വേണം. രണ്ട് സാക്ഷി വേണമെന്ന് നിർബന്ധം പിടിക്കുന്നില്ല. മുഹമ്മദിനെ തന്നെ ഒരു സാക്ഷിയായിട്ട് കൂട്ടുന്നു. രണ്ടാമതൊരാളെവിടെ? ഏതൊരു കാര്യത്തിന് രണ്ട് സാക്ഷികൾ ആവശ്യമാണെന്നുള്ള ഖുർആന്റെ അധ്യാപനം അനുസരിച്ച് തന്നെ മുഹമ്മദ് പ്രവാചക പദവിക്ക് അയോഗ്യനാണെന്നാണ് നമുക്ക് ഇതിൽ മനസ്സിലാകുന്നത്. രണ്ടാമത്തെ സാക്ഷി ഇല്ല. ഇനി ഈ വിഷയം സംബന്ധിച്ച് ഞങ്ങളുടെ 13ാമത്തെ ചോദ്യം, മുഹമ്മദിന് പ്രത്യക്ഷപ്പെട്ട മലക്കിനെ തിരിച്ചറിയാൻ മുഹമ്മദിന് കഴിയാതിരുന്നപ്പോ മുഹമ്മദിൽ നിന്നും കേട്ട വ്യക്തികൾക്ക് വന്നത് ആരാണെന്ന് ഊഹിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതായത് കണ്ടയാൾക്ക് മനസ്സിലാകാത്ത കാര്യം കേട്ടയാൾക്കും കേട്ടയാളിൽ നിന്ന് കേട്ട ആൾക്കും മനസ്സിലായി എന്ന് സാരം. മനസ്സിലായ? കണ്ട ആൾക്ക് ഇത് പിടിയിട്ടില്ല ആരാന്ന്, പക്ഷെ കേട്ട ആൾക്കാർ പറയാണ് വന്നത് ഇന്നാളാണ്. അപ്പൊ ഇങ്ങനെ മനസ്സിലാക്കാൻ തക്കവണ്ണം എന്ത് അമാനുഷിക കഴിവുകളാണ് ഇവർക്ക് ഉണ്ടായിരുന്നത്, ഈ കേട്ട ആളുകളുണ്ടല്ലോ. അതായത് വറക്ക ഇബ്നു നൗഫലും പിന്നെ ഖദീജയും. അവരാണ് പറയുന്നത് വന്ന ആള് മലക്ക അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് വരുന്ന മലക്കാണ്, ദിവ്യ സന്ദേശവാഹകനാണെന്നൊക്കെ അവരാ പറയുന്നത്. അത് മുഹമ്മദിനെ മുമ്പാകെ പ്രത്യക്ഷപ്പെട്ട ആളെന്ന് ഇവര് കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ ഇവര് ആ വിവരണത്തിൽ നിന്ന് ഇവര് പറയുകയാണ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് എങ്ങനെയാണ് ഇത് മനസ്സിലായത്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരിത് പറഞ്ഞത്? അവരുടെ കുടുംബത്തിലോ പരിചയത്തിലോ ഇങ്ങനെ ഈ മലക്കിൽ നിന്ന് വഹി ലഭിച്ചുകൊണ്ടിരുന്ന വേറെ പ്രവാചകന്മാരുണ്ടായിരുന്നോ? അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഓക്കെയാണ്. ആ പ്രവാചകന്മാരായിട്ട് ഇവർ സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് മനസ്സിലായി മുഹമ്മദിന്റെ വിവരണവും മറ്റേ നമ്മളുടെ ബന്ധുക്കാരായ പ്രവാചകൻ നടത്തിയ വിവരണവും ഒക്കെ ഒരേപോലെ തന്നെ വരുന്നുണ്ട്. അപ്പൊ അത് തന്നെയാണ് ഇതെന്ന് വേണമെങ്കിൽ അങ്ങനെ ഒരു ഇത് നമുക്ക് അസംഷൻ കൊടുക്കാം. പക്ഷെ അങ്ങനെ ഒരു സംഗതി അവിടെ ഉണ്ടായിരുന്നു. അതാണ് ചോദ്യം. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഊഹിച്ചെടുത്തത്? ഇനി ഞങ്ങളുടെ 14ാമത്തെ ചോദ്യം, ഈ വർക്കയും ഖദീജയും ഒക്കെ മുഹമ്മദിനേക്കാൾ ദൈവിക ജ്ഞാനം ഉള്ളവരായിരുന്നു. മുഹമ്മദിനേക്കാൾ നന്നായിട്ട് വറക്ക ഭാവി പറയുന്നുണ്ട്. മുഹമ്മദ് ഒരു പ്രവചനമൊന്നും നടത്തിയിട്ടില്ലെങ്കിലും ഈ ഹദീസിനകത്ത് നമ്മൾ കാണുന്നുണ്ട് വറക്ക ഒരു പ്രവചനം നടത്തുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രവചനമല്ല, വേറൊരു പോയിന്റ് കൂടി. അതായത് ഈ ചോദിക്കുകയാണ്, മുഹമ്മദിനോട് ചോദിക്കുകയാണ്, എന്താണ് അല്ല ഖദീജ വറക്കയോട് പറയാണ്, പിതൃവ്യപുത്ര നിങ്ങളുടെ സഹോദരപുത്രന്റെ വിശേഷങ്ങൾ ഒന്ന് കേട്ടാലും, ഇത്രേ പറയുന്നുള്ളൂ. നിങ്ങളുടെ സഹോദരപുത്രന്റെ വിശേഷങ്ങൾ ഒന്ന് കേട്ടാലും എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഉടനെ വറക്ക ചോദിക്കുന്നത് എന്താണ്? എന്റെ സഹോദരപുത്ര നീ എന്താണ് കണ്ടത്? അപ്പൊ മുഹമ്മദ് എന്തോ കണ്ടു എന്നുള്ള കാര്യം വറക്കയ്ക്ക് എങ്ങനെ മനസ്സിലായി? ഖദീജ പറഞ്ഞിട്ടില്ല. ഖദീജ പറയുന്നത് ഇത് ഇദ്ദേഹത്തിന് ഉണ്ടായ ഇത് എന്താണ്, നിങ്ങളുടെ സഹോദരപുത്രന്റെ വിശേഷങ്ങൾ ഒന്ന് കേട്ടാൽ, അത്രേ പറയുന്നുള്ളൂ. പക്ഷെ ആ വിശേഷങ്ങളൊന്ന് കേട്ടാലെന്ന് പറയുമ്പോൾ ഉടനെ വറക്ക ചോദിക്കുകയാണ് നീ എന്താണ് കണ്ടത്? അതിന്റെ അർത്ഥം എന്താണ്? മുഹമ്മദ് ഈ എന്തോ കണ്ടു എന്നുള്ള കാര്യങ്ങൾ വറക്കയ്ക്ക് മനസ്സിലായി. എങ്ങനെയാണ് വറക്കയ്ക്ക് മറ്റൊരാളുടെ ഭൂതകാല സംഭവങ്ങൾ മനസ്സിലാക്കാൻ പറ്റുക, അല്ലെങ്കിൽ അത് കാണാൻ കഴിഞ്ഞത്? അതെന്തിന്റെ അടിസ്ഥാനത്തിലാണ്? മുഹമ്മദ് ഒരു പ്രവാചകനായി വറക്ക ഇബ്നു നൗഫലും ഉണ്ടായിരുന്നു എന്ന് വരുന്നു. എന്നാൽ ഖുർആൻ അനുസരിച്ച്, ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് ഈസാ നബിക്ക് ശേഷം വന്ന പ്രവാചകൻ മുഹമ്മദാണ്. ഇടയിൽ വേറെ പ്രവാചകന്മാരില്ല. അത് മാത്രമല്ല, ഇതിനു മുമ്പ് ഒരു പ്രവാചകനും വന്നിട്ടില്ലാത്ത ഒരു ജനതയിലേക്കാണ് മുഹമ്മദ് വന്നതെന്ന് ഖുർആനിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ വറക്കയ്ക്ക് ലഭിച്ച ഈ ജ്ഞാനം ഇത് അള്ളാഹുവിൽ നിന്നുള്ളതല്ല. കാരണം ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് അള്ളാഹുവിൽ നിന്ന് വന്ന മുഹമ്മദിന് മുമ്പുള്ള ദൂതൻ എന്ന് പറയുന്ന പ്രവാചകൻ എന്ന് പറയുന്നത് ഈസാ നബിയാണ്. അതിനിടയിൽ ആരും ഇല്ല. അപ്പൊ പിന്നെ ഈ വറക്കയ്ക്ക് ഇത് എവിടെ നിന്നാണ് ഈ ജ്ഞാനം കിട്ടിയിരിക്കുന്നത്? ഒരിക്കലും അള്ളാഹുവിൽ നിന്നുള്ളതല്ല. അള്ളാഹുവിൽ ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് അള്ളാഹു ആണല്ലോ ദൈവം എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ ദൈവത്തിൽ നിന്നുള്ളതല്ല. അപ്പൊ പിന്നെ എവിടെ നിന്നാണ്? പിശാചി എന്നുള്ളതായിരിക്കണം, സാത്താന്യ വെളിപ്പാടായിരിക്കണം. അപ്പൊ സാത്താന്യ വെളിപ്പാടിനാൽ ലഭിച്ച അറിവിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് ഈ വറക്ക പറഞ്ഞതെന്ന് നമുക്ക് അംഗീകരിക്കേണ്ടി വരും. അള്ളാഹുവിന്റെ പ്രവാചകന് താൻ പ്രവാചകനാണെന്നുള്ള ഉറപ്പ് കിട്ടാൻ വേണ്ട യാതൊരു കാര്യവും അള്ളാഹു കൊടുത്തില്ല എന്നുള്ളത് പോട്ടെ, സാത്താന്യ വെളിപ്പാടിനാൽ തന്റെ പ്രവാചകത്വം ഉറപ്പിക്കേണ്ട ഗതികേടും ഇവിടെ വന്നിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള പ്രവാചകത്വത്തിന് എന്ത് വിലയാണുള്ളത്? ചിന്തിക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ എന്ത് വിലയാണ് ഈ പ്രവാചകത്വത്തിനുള്ളത്? ഞങ്ങളുടെ 16ാമത്തെ ചോദ്യം, ഈ വറക്ക മരിച്ചതോടുകൂടി ജിബ്രീലിൽ നിന്നുള്ള ദിവ്യ വെളിപ്പാടുകൾ നിലച്ചു എന്നാണ് ബുഖാരിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ അല്പകാലങ്ങൾക്ക് ശേഷം വറക്ക മരിക്കുകയും ദിവ്യ വെളിപ്പാടുകൾ നിലയ്ക്കുകയും ചെയ്തു. അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ നിലയ്ക്കാൻ കാരണം? വറക്ക മരിച്ചതോടുകൂടി റെവലേഷൻ നിന്നു പോകുന്നു. എന്താണ് കാരണം?
നമുക്ക് ഊഹിക്കാൻ പറ്റും, സാമാന്യ ബോധമുള്ള ഒരു മനുഷ്യന് ചിന്തിക്കാൻ പറ്റും. വാസ്തവത്തിൽ മുഹമ്മദിന് ആ സമയത്ത് കിട്ടിയ വെളിപ്പാടുകൾ എന്ന് പറഞ്ഞ് മുഹമ്മദ് അവതരിപ്പിച്ച കാര്യമൊക്കെ എഴുത്തും വായനയും അറിയാമായിരുന്ന വറക്ക പറഞ്ഞു കൊടുത്ത കഥകളാണ്. വറക്കയിൽ നിന്ന് കിട്ടിയ വിവരങ്ങളായിരിക്കണം മുഹമ്മദ് ദിവ്യ വെളിപ്പാടെന്നും പറഞ്ഞ് അവതരിപ്പിച്ചത്. അവസാനം ഇത് വറക്ക മരിച്ചതോടുകൂടി ഇൻഫോർമേഷൻ കിട്ടാണ്ടായി. ഇൻഫോർമേഷൻ കിട്ടാതായതോടുകൂടി റെവലേഷൻ അങ്ങ് നിന്നും പോയി. ഇതല്ലേ സംഭവിച്ചത്? ഇതല്ലാതെ വേറെ എന്ത് ന്യായീകരണമാണ് ഇതിന് പറയാനുള്ളത്? എന്ത് ന്യായീകരണമാണ് പറയാനുള്ളത്? ഇനി ഞങ്ങളുടെ അടുത്ത ചോദ്യം, 17ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, മുഹമ്മദ് അതുവരേക്കും സമാധാനത്തോടെ ജീവിച്ച മനുഷ്യനാണ്. പുള്ളിക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്, അവിടെ കച്ചവടം അതൊക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരു കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ മലക്കിനെ കണ്ടതോടുകൂടെ മുഹമ്മദിന്റെ ജീവിതം ആകെ തകിടം മറിഞ്ഞു. പിന്നെ മുഹമ്മദ് ആത്മഹത്യക്കൊക്കെ ശ്രമിക്കുകയാണ്. ഒരു മനുഷ്യന് ആത്മഹത്യക്ക് ശ്രമിക്കാന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം അവന്റെ സമാധാനം അത്രമാത്രം നഷ്ടപ്പെട്ടു എന്നാണ്. സമാധാനം ഉള്ള ഒരാളും പോയിട്ട് ആത്മഹത്യ ചെയ്യാൻ നിൽക്കുകയല്ല, നമുക്കറിയാം. അപ്പൊ ഉണ്ടായിരുന്ന സമാധാനം മുഴുവൻ പോയി. മുഹമ്മദിന് അതുവരേക്കും അവിടെ ആ കുഴപ്പമില്ലാതെ ജീവിച്ചു വന്നൊരു മനുഷ്യൻ ഈ മലക്കുമായിട്ട് ഒരു റിലേഷൻ വന്നതോടുകൂടി, മലക്ക് പ്രത്യക്ഷപ്പെട്ടതോടുകൂടി പിന്നെ പുള്ളി അടുത്തതായിട്ട് ആത്മഹത്യക്ക് ശ്രമിക്കുകയാണ്. മലയിൽ കയറി ചാടാൻ നോക്കുന്നു. ഉള്ള സമാധാനം മുഴുവൻ പോയി. സാധാരണഗതിയിൽ നമുക്കറിയാം, ഒരാൾ ദൈവവുമായിട്ട് ബന്ധപ്പെട്ടാൽ അതോടുകൂടി അയാൾക്ക് സമാധാനം ലഭിക്കും. മറ്റൊന്നും ലഭിച്ചില്ലെങ്കിലും മനസ്സിനകത്ത് നിത്യമായ ഒരു സമാധാനം, ദിവ്യമായ ഒരു സമാധാനം കിട്ടും. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് അള്ളാഹുവിന്റെ ദൂതൻ എന്ന് പറഞ്ഞു വന്നിരിക്കുന്ന ഈ മലക്കുമായിട്ട് ബന്ധപ്പെട്ടതോടുകൂടി മുഹമ്മദിന്റെ ഉള്ള സമാധാനം മുഴുവൻ പോയി. മുഹമ്മദ് ഇതിനെ ആത്മഹത്യക്ക് ശ്രമിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ മലക്കുമായി ബന്ധപ്പെട്ടതോടുകൂടി മുഹമ്മദിന്റെ സമാധാനം നഷ്ടപ്പെട്ടത്? മുഹമ്മദ് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതെന്നുള്ളതാണ് ഞങ്ങളുടെ അടുത്ത ചോദ്യം. ഇനി അവസാനത്തെ ചോദ്യം, 18ാമത്തെ ചോദ്യം ചോദിക്കാം. മുഹമ്മദിന് ഒന്നാമതായി ലഭിച്ച കൽപ്പനയാണ് വായിക്കുക എന്ന് പറയുന്നത്. നമ്മൾ ഈ ഹദീസിനെ മാത്രം ബേസ് ചെയ്താണ് ഇത്രയും ചോദ്യങ്ങൾ, ഞങ്ങൾ 18 ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്. അവിടെ നമ്മൾ കാണുന്നത് മുഹമ്മദിനോട് പറയാണ് വായിക്കുക. അപ്പൊ അത് ആ കൽപ്പന കിട്ടുന്ന സമയത്ത് മുഹമ്മദിന് വായിക്കാൻ അറിഞ്ഞുകൂടാ, നിരക്ഷരനാണ്. ഓക്കെ, അത് തെറ്റൊന്നുമല്ല. ആ ചോദ്യം ചോദിച്ച അള്ളാഹുവിന്റെയും പിന്നെ ജിബ്രീലിന്റെയും ഒക്കെ വിവരക്കേടാന്ന് വെച്ച് നമുക്ക് അവഗണിക്കാം. പക്ഷേ ഒരു കൽപ്പന കിട്ടിയല്ലോ മുഹമ്മദിന്, ആ സമയത്ത് വായിക്കാൻ അറിയില്ലെങ്കിലും ഇത് ഒന്നാമത്തെ കൽപ്പനയാണ്, ഏറ്റവും ആദ്യം കിട്ടിയ കൽപ്പനയാണെന്ന് ഓർക്കണം, ഒന്നാം കൽപ്പന. ആ ഒന്നാമത്തെ കൽപ്പന അനുസരിക്കാൻ മുഹമ്മദ് 40 വയസ്സുള്ളപ്പോഴാണ് മുഹമ്മദിന് ഈ ആദ്യമായിട്ട് റെവലേഷൻ കിട്ടുന്നത്. അദ്ദേഹം മരിക്കുന്നത് 63ാമത്തെ വയസ്സിലാണ്. അപ്പൊ പിന്നെ ഒരു 23 വർഷക്കാലത്തോളം അദ്ദേഹം ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ട്. അപ്പൊ ഈ 23 വർഷക്കാലത്തില് എപ്പോ ആണെങ്കിലും ഏതൊരു മനുഷ്യനും എഴുത്തും വായനയും പഠിക്കാം. സ്വാഭാവികമായിട്ടും നമുക്ക് അറിയാം, നമ്മുടെ മാതൃഭാഷ എന്നുള്ള വിധത്തിൽ ഏതൊരാൾക്കും അയാളുടെ മാതൃഭാഷ 23 വർഷം കൊണ്ട് ശ്രമിച്ചാൽ പഠിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ മരിക്കുന്ന സമയത്തും മുഹമ്മദ് നിരക്ഷരനായിരുന്നു എന്നാണ് മുസ്ലിങ്ങൾ പറയുന്നത്. ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് മരണം വരെ പുള്ളി നിരക്ഷരനായിരുന്നു. അതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിൽ നിന്ന് ലഭിച്ച, മുഹമ്മദിന് ലഭിച്ചു എന്ന് പറയപ്പെടുന്ന ഈ ഒന്നാമത്തെ കൽപ്പന പോലും അനുസരിക്കാൻ മുഹമ്മദ് മനസ്സ് വെച്ചിരുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. ഒന്നാം കൽപ്പന പ്രമാണിക്കാൻ മുഹമ്മദിന് യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. അതായത് ഒന്നാമത്തെ ഇതുപോലും അനുസരിക്കാൻ താല്പര്യമില്ലാത്ത ആൾ പിന്നെ ബാക്കി കൽപ്പനകളൊക്കെ അനുസരിക്കാൻ നിൽക്കും. അള്ളാഹുവിനെ അനുസരിക്കണമെന്ന ചിന്ത മുഹമ്മദിന്റെ ഉള്ളിൽ ലെവലേശമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഈ ഒന്നാമത്തെ കൽപ്പനയെങ്കിലും അനുസരിക്കാൻ മനസ്സ് വെച്ച് മുഹമ്മദ് വായിക്കാൻ പഠിക്കുമായിരുന്നു. എന്നാൽ ഒരിക്കൽ പോലും മുഹമ്മദ് അതിന് മനസ്സ് വെക്കാത്തത് കൊണ്ട് അള്ളാഹുവിനെ അനുസരിക്കാൻ താല്പര്യമുള്ള ഒരു വ്യക്തി ആയിരുന്നില്ല മുഹമ്മദ് എന്ന് തെളിയുന്നു. അപ്പൊ ഇതും മുഹമ്മദിന്റെ പ്രവാചകത്വ അവകാശത്തെ തള്ളിക്കളയാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ്. അപ്പൊ ഞങ്ങളുടെ ചോദ്യം ഇതാണ്, മുഹമ്മദ് എന്തുകൊണ്ടാണ് അള്ളാഹുവിൽ നിന്ന് തനിക്ക് ലഭിച്ച ഒന്നാമത്തെ കൽപ്പന അനുസരിക്കാൻ, ആ ഒന്നാമത്തെ കൽപ്പന പോലും അനുസരിക്കാൻ ഒട്ടും മനസ്സ് വയ്ക്കാതിരുന്നത്? മോശയ്ക്ക് യഹോവയിൽ നിന്ന് ലഭിച്ച ഒന്നാമത്തെ കൽപ്പന എന്നത് ഇസ്രായേൽ ജനത്തെ അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ വേണ്ടി ഈജിപ്തിലേക്ക് പോവുക എന്നുള്ളതായിരുന്നു. മോശ അതനുസരിച്ച് ഈജിപ്തിലേക്ക് പോയതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ന്യായപ്രമാണം ലഭിക്കുന്ന സമയത്ത് അവിടെ പറയുന്നത്, അവിടെ ഒന്നാം കൽപ്പനയായിട്ട് പറയുന്നത്, ഞാൻ അല്ലാതെ അന്യദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. അതും അവരനുസരിച്ചായിട്ട് കാണുന്നുണ്ട്. മറ്റെല്ലാ പ്രവാചകന്മാരുടെ കാര്യം നോക്കിയാലും ദൈവം അവരെ വിളിച്ചിട്ട് അവരോട് എന്താണോ ഏറ്റവും ആദ്യം പറയുന്നത് അത് അവർ അങ്ങനെ തന്നെ പാലിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ മുഹമ്മദിന്റെ കാര്യത്തിൽ എല്ലാ കൽപ്പനയൊക്കെ വിടുക, ഒന്നാമത്തെ ആ ഒരു കൽപ്പന പോലും മുഹമ്മദ് അനുസരിച്ചില്ല, ലംഘിക്കാനുണ്ടായി. അപ്പൊ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് പുല്ല് വില പോലും കൊടുക്കാതെ ജീവിച്ച മുഹമ്മദിനെ സത്യദൈവത്തിന്റെ പ്രവാചകൻ എന്നുള്ളത് പോട്ടെ, അള്ളാഹുവിന്റെ പ്രവാചകനായി പോലും, ഖുറൈശി ബഹുദൈവ മതത്തിലെ അള്ളാഹുവിന്റെ പ്രവാചകനായി പോലും അംഗീകരിക്കാൻ എങ്ങനെയാണ് സുബോധമുള്ള ആളുകൾക്ക് സാധിക്കുന്നത്? എങ്ങനെ സാധിക്കുന്നത്? ഒരിക്കലും സാധിക്കുകയില്ല. അപ്പൊ ഞങ്ങളുടെ വിഷയാവതരണം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ഹദീസ്, ആ ഹദീസിനെ ബേസ് ചെയ്തുകൊണ്ട് ഞങ്ങൾക്കുള്ള ഒരു 18 ചോദ്യമാണ് ഞങ്ങൾ ചോദിച്ചിരിക്കുന്നത്. ഈ ചോദ്യത്തിന് ഇസ്ലാമിക പണ്ഡിതന്മാർ, ഇതിന് കൃത്യമായിട്ട് മറുപടി പറയാൻ കെൽപ്പുള്ള ഇസ്ലാമിക പണ്ഡിതന്മാർ ഉണ്ടെങ്കിൽ അവർക്ക് സ്വാഗതം.
എന്നാലും ഞങ്ങളുടെ ഈ ചോദ്യങ്ങളും സംശയങ്ങളൊന്നും ഇവിടെ അവസാനിക്കുന്നില്ല. ദൈവം അനുവദിച്ചാൽ തുടർന്നുള്ള ദിവസങ്ങളിൽ മുഹമ്മദിന്റെ പ്രവാചകത്വം ഞങ്ങൾ ഇനിയും ചർച്ചയ്ക്ക് വെക്കും. മുഹമ്മദിന്റെ പ്രവാചകത്വം മാത്രമല്ല, ഇവരുടെയൊക്കെ പല അവകാശവാദങ്ങളും, മുഹമ്മദ് സ്ത്രീ വിമോചകനാണ്, മുഹമ്മദ് സമാധാന ദൂതനാണ്, മുഹമ്മദ് നല്ലൊരു ഭരണാധികാരിയാണ്, മുഹമ്മദ് കാരുണ്യത്തിന്റെ തിരുദൂതനാണ് തുടങ്ങിയ ധാരാളം അവകാശവാദങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ അവകാശവാദങ്ങൾ ഓരോന്നും ഞങ്ങൾ ഇതുപോലെ വിശകലനം ചെയ്ത് നോക്കും. ദൈവം അനുവദിച്ചാൽ ഞങ്ങൾ അത് ചെയ്യും. ഈ നല്ല മുഹമ്മദിന്റെ കാര്യം മാത്രമല്ല, കുടുംബനാഥനാണ്. അതെ കുറെ ഉണ്ടല്ലോ. മുഹമ്മദിനെ മാത്രമല്ല, അള്ളാഹുവിനെയും ഖുറാനെയും ഞങ്ങൾ ഇതേപോലെ തന്നെ വിശകലനം ചെയ്യും. ദൈവം അനുവദിക്കുന്ന വർഷം ഞങ്ങൾ ഇങ്ങനെ വിശകലനം ചെയ്യും. ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കൽപ്പുള്ള ഇസ്ലാമിക പണ്ഡിതന്മാർ മറുപടി പറയട്ടെ, ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ മറുപടി പറയുമ്പോൾ അത് ഇസ്ലാമിന്റെ പ്രമാണ ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം. അല്ലാതെ മദ്രസ പിള്ളേരുടെ അടുക്കൽ വായെ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന രീതിയിൽ സംസാരിക്കുന്ന പോലെ ആകരുത്. കൃത്യമായ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ വേണം ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ. അതേ ഞങ്ങൾക്ക് ഒരു നിർബന്ധമായിട്ട് പറയാനുള്ളൂ. അപ്പൊ എന്റെ ഈ വിഷയാവതരണം കേട്ട എല്ലാ മുസ്ലിങ്ങളോടും പറയട്ടെ, നിങ്ങൾ വലിയ കാര്യമായിട്ട് കൊണ്ടു നടക്കുന്ന മുഹമ്മദിന്റെ പ്രവാചകത്വത്തിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഒറ്റ ഒരു ഹദീസിൽ തന്നെ ഇത്രയധികം ചോദ്യങ്ങൾ, ഉത്തരമില്ലാത്ത, മുസ്ലിങ്ങൾക്ക് ആർക്കും ഉത്തരം പറയാൻ പറ്റാത്തതായിട്ടുള്ള ചോദ്യങ്ങൾ ഇനിയുണ്ട്. അപ്പൊ ഇനി കൂടുതൽ ഹദീസുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാവും. മുസ്ലിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റാത്ത കൂടുതൽ ചോദ്യങ്ങൾ. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ തന്നെ മുഹമ്മദ് പറഞ്ഞത് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നവരുടെ കൈയും കാലും തലയൊക്കെ അങ്ങ് വെട്ടിക്കളഞ്ഞോളാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാമെന്ന് കരുതി അതിന്റെ പുറകെ നടന്ന് നിങ്ങളുടെ ജീവിതം നാശാഘോഷമാക്കി തീർക്കുന്നതിന് പകരം നിങ്ങളുടെ സംശയങ്ങൾക്ക് ഉത്തരം തരാൻ കഴിവുള്ള യേശു ക്രിസ്തുവിലേക്ക് വരിക. തത്വനിഷ്ഠികളായ ഏതൊരാൾക്കും അവന്റെ ന്യായമായ ഏതൊരു സംശയത്തിനും ഉത്തരം ബൈബിളിനകത്തുണ്ട്. യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിന്റെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുക. നിങ്ങൾ ദൈവമക്കളായി മാറുക. ഇഹത്തിലും പരത്തിലും സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു ജീവിതത്തിന് ഉടമകളായി മാറുക എന്ന് നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വിഷയാവതരണം അവസാനിപ്പിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു നമ്മളെല്ലാവരെയും കാത്തു സൂക്ഷിക്കട്ടെ. അവിടുത്തെ വിലയേറിയ വാഴ്ത്തപ്പെടട്ടെ. ആമേൻ. ഓക്കെ, ഇവിടെ മുഹമ്മദ് സത്യദൈവത്തിന്റെ പ്രവാചകൻ എന്നുള്ള വിഷയത്തിന്മേൽ ആദ്യത്തെ വിഷയാവതരണം കഴിയുകയും അതോടൊപ്പം തന്നെ ഒരു ഹദീസ് വായിക്കുകയും ഖുറാന്റെ ആയത്തുകളിൽ നിന്ന് അനിൽബ്രദർ സംസാരിക്കുകയും അതോടൊപ്പം തന്നെ 10-ലധികം ചോദ്യങ്ങൾ അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. അനിൽ ബ്രദറെ, ആ ഹദീസ് നമ്പർ ഒന്നുകൂടെ ഒന്ന് പറയുവാണെങ്കിൽ നല്ലതായിരിക്കും. സഹീഹ് ബുഖാരി വാല്യം 9 ബുക്ക് 87 ഹദീസ് നമ്പർ 113. ഓക്കെ, അപ്പം ഈ ഹദീസിൽ നിന്ന് സംസാരിക്കുകയും അതിൽ നിന്ന് 10-ലധികം ചോദ്യങ്ങളും അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പല വിധമായിട്ടുള്ള വിശദീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. 18 ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. അതിൽ ചോദ്യങ്ങൾ ഇവിടെ 18 എണ്ണവും ഇവിടെ തുടക്കം മുതലുള്ളവരെ കേട്ടിട്ടുള്ളൂ. ഇടയ്ക്ക് നിന്ന് ആരെങ്കിലും വന്നിട്ട് ഞങ്ങളുടെ പ്രവാചകനെ പറ്റിയല്ലേ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ചോദ്യങ്ങൾ കേൾക്കാതെ വന്ന് ചോദിക്കാൻ ഉള്ളൊരു ഇതിലേക്ക് വരരുത്. നിങ്ങൾക്ക് വന്നതിന് ശേഷം ഞാൻ ഇന്ന ഭാഗം കേട്ടില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒന്നുകൂടെ വിശദീകരിച്ചു തരാം. പക്ഷെ അത് കേൾക്കാതെ വന്നിട്ട് അതിനെ കയറി തർക്കിച്ച് നിന്ന് കഴിഞ്ഞാൽ തുടക്കത്തിലേ പറയാണ് നമ്മൾ താഴിലേക്ക് മാറ്റുന്നതായിരിക്കും.